ഇപ്പം നമ്മൾ സെറ്റ് എക്സാമിനേഷന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. ജൂലൈ 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നു, ആൻസർ കീ നോക്കിയിട്ട് കറക്റ്റഡ് ആൻസർ കീ എന്താണോ സെറ്റ് ബീസ് പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ പറയുകയും ചെയ്യും. അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 1, ദ കൺസെപ്റ്റ് ഓഫ് അസോസിയേറ്റഡ് ഡിപ്പെൻഡന്റ് ഡെവലപ്മെന്റ് വാസ് യൂസ്ഡ് ബൈ. അസോസിയേറ്റഡ് ഡിപ്പെൻഡന്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് യൂസ് ചെയ്ത് ആരാണ്? ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരവായിട്ട് വരുന്നത് ഡി ആണ് ആൻസർ. കഡോസോ ആണ് ഉത്തരം ആൻസർ ആയിട്ട് വരുന്നത്. രണ്ടാമത്തെ ചോദ്യം നോൺ കോമ്പറ്റീറ്റീവ് പാർട്ടി സിസ്റ്റം. ദ നോൺ കോമ്പറ്റീറ്റീവ് പാർട്ടി സിസ്റ്റം വാസ് ഡിവൈഡഡ് ഇൻ ടു ദ വൺ പാർട്ടി അതോറിറ്റേറിയൻ, വൺ പാർട്ടി പ്ലൂറലിസ്റ്റിക് ആൻഡ് വൺ പാർട്ടി ടൊട്ടാലിറ്റേറിയൻ ബൈ. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഇതൊരു ആശയമാണ്. ഈ ആശയത്തിനകത്ത് പറയുന്നത് നോൺ കോമ്പറ്റീറ്റീവ് പാർട്ടി സിസ്റ്റം വാസ് ഡിവൈഡ് ഇൻ ടു വൺ പാർട്ടി അതോറിറ്റേറിയൻ, വൺ പാർട്ടി പ്ലൂറലിസ്റ്റിക് ആൻഡ് വൺ പാർട്ടി ടൊട്ടാൽ. ഒരു പാർട്ടി വൺ പാർട്ടിയുടെ ഉള്ളിലേക്ക് വരാനുള്ള സിസ്റ്റത്തിന് അങ്ങനെ ഒരു ആശയം കൺസെപ്റ്റിന്റെ ലേക്ക് എത്തുന്ന ഇതിനെ പറ്റി പറഞ്ഞിരിക്കുന്ന വ്യക്തി ആരാണ് എന്നുള്ളതാണ്. അത് രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരവായിട്ട് വരുന്നത് ഡി ആണ്. ഡി ലാ പളബോറ ആൻഡ് മൈറോൺ വൈനർ എന്നാണ് ആൻസർ. മൂന്നാമത്തെ ചോദ്യം നെയിം അസോസിയേറ്റ് വിത്ത് ദ കൺസെപ്റ്റ് റിലേറ്റീവ് ഓട്ടോണമി ഓഫ് സ്റ്റേറ്റ്. റിലേറ്റീവ് ഓട്ടോണമി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട വ്യക്തി ആര്? മൂന്നാമത്തെ ഉത്തരം വരുന്നത് ലെനിനാണ് ആൻസർ. റിലേറ്റീവ് ഓട്ടോണമി ഓഫ് സ്റ്റേറ്റ് ഈസ് അസോസിയേറ്റ് വിത്ത് ലെനിൻ. മറക്കരുത്, ലെനിൻ. നാലാമത്തെ ചോദ്യം ദ കൺസെപ്റ്റ് ഓഫ് ജനറൽ സിസ്റ്റം തിയറി വാസ് ഫസ്റ്റ് ഡെവലപ്പ്. ജനറൽ സിസ്റ്റം തിയറി എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ഈ ഫസ്റ്റ് ഡെവലപ്ഡ് വഴിയാണ്. ഇവിടെ ഓർക്കേണ്ട കാര്യം ഫസ്റ്റ് ഡെവലപ്ഡ് ആണ്. ഡേവിഡ് ഈസ്റ്റൺ ആണോ എന്നുള്ള കാര്യം, ഡേവിഡ് ഈസ്റ്റൺ നമുക്കറിയാം, അദ്ദേഹം ഡെവലപ്പ് ചെയ്ത ആളാണ്. ഫസ്റ്റ് അത് തിയറി ഡെവലപ്പ് ചെയ്തത്, അത് പിന്നീട് കൊണ്ടുപോയ ആളാണ് ഡേവിഡ് ഈസ്റ്റൺ. അപ്പോൾ ഡേവിഡ് ഈസ്റ്റണിനകത്ത് ഇല്ലതാനും. അപ്പോൾ നമുക്ക് ഉത്തരം അതിനകത്ത് കണ്ടെത്തിയിരിക്കുന്ന ആരാണ് അതെന്നുള്ളത് ഉത്തരം അത് നാലാമത്തെ ചോദ്യത്തിന് ഉത്തരം എ ആണ്. ലുഡ്വിഗ് വോൺ ബട്ടൺഫ്ലൈ. വൗ, ആൻസർ ഈസ് ലുഡ്വിഗ് വോൺ ബട്ടൺഫ്ലൈ. ഡേവിഡ് ഈസ്റ്റൺ ഇല്ലാത്തതുകൊണ്ട് സംശയത്തിനല്ല, അദ്ദേഹം എല്ലാം ഉറപ്പാണല്ലോ. അഞ്ചാമത്തെ ചോദ്യം മാർച്ച് ലിസ്റ്റ് 1 ആൻഡ് മാർച്ച് ലിസ്റ്റ് 2. പ്രൊലറ്റേറിയൻ ഇന്റർനാഷണലിസം, പൊളിറ്റിക്കൽ റിയലിസം, കോംപ്ലക്സ് ഇന്റർഡിപെൻഡൻസ്, ഹെജിമണിക്കൽ സ്റ്റെബിലിറ്റി തിയറി. ഇതുമായി ബന്ധപ്പെട്ട ആശയം കൊണ്ടുവന്ന ആൾക്കാരാണ്. ഇതിനകത്ത് നമുക്ക് ഏതെങ്കിലും ഒന്ന് അറിയാമെങ്കിൽ നമുക്ക് ഉത്തരത്തിലേക്ക് നേരിട്ട് പോകാമായിരുന്നു. ഒന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ ആദ്യം ഉത്തരത്തിലേക്ക് തന്നെ പോവുകയാണ്. അഞ്ചാമത്തെ ഉത്തരം ഡി ആയിട്ടാണ് വരുന്നത്. ഡി എന്ന് പറയുന്നത് A3 ആണ് വരുന്നത്. പ്രൊലറ്റേറിയൻ ഇന്റർനാഷണലിസം വരുന്നത് ലെനിനുമായിട്ട് വേണം. പ്രൊലറ്റേറിയൻ എന്ന് പറയുമ്പോൾ ലെനിനാണ് വരുന്നത്. ബി പൊളിറ്റിക്കൽ റിയലിസം 2 ആണ്. മൊർഗേന്തു ആണ് പൊളിറ്റിക്കൽ റിയലിസത്തിലേക്ക് വരുന്നത്. C4 ആണ്. കോംപ്ലക്സ് ഇന്റർഡിപെൻഡൻസ് 4 ആണ്. കൊഹനെ ആൻഡ് എൻലി അതാണ്, അദ്ദേഹമാണ് 4 കോംപ്ലക്സ് ഇന്റർഡിപെൻഡൻസ്. 4 ഹെജിമോണിക് സ്റ്റെബിലിറ്റി തിയറി is associated with ചാൾസ് കിൻഡിൽബർഗർ. നല്ല ടഫാണ് കേട്ടോ, നല്ല ടഫാണ്. അതിനകത്ത് നമുക്ക് ഏകദേശം ധാരണ ഉണ്ടെന്ന് പൊളിറ്റിക്കൽ ഇന്റർനാഷണൽ ലെനിൻ എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഉത്തരം അതിനകത്ത് കിട്ടുമെന്ന് നോക്കാം. ഇന്റർനാഷണൽ അത് A3 എന്ന് പറയുന്നത് ആകപ്പാടെ 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ 1ന്റെ ഉത്തരം അറിയാമായിരുന്നെങ്കിൽ നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കുമായിരുന്നു. 6 പ്രൊവിഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ in which is the principle of collective responsibility of Union Council of Ministers is central. യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്ററുടെ റെസ്പോൺസിബിലിറ്റിയെ പറ്റി പറയുന്ന പ്രൊവിഷൻസ് ഏതാണ്? ആർട്ടിക്കിൾ കോൺസ്റ്റിറ്റ്യൂഷനിലേക്കുള്ളതാണ്. അതിനകത്ത് ഉത്തരമായിട്ട് വരുന്നത്, ആറാമത്തിന് ഉത്തരമായിട്ട് വരുന്നത് സി ആണ്. ആർട്ടിക്കിൾ 75(3). 7 ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റിഗാർഡ് ടു ദ ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ് ഓഫ് USA. ഇംപീച്ച് ചെയ്യുന്നതിന് ബന്ധപ്പെട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? പ്രസിഡന്റ് ക്യാൻ ബി ഇംപീച്ച്ഡ് ബൈ only through referendum. അത് ശരിയല്ല. President can be impeached only by the Senate. Impeachment process initiated in the House of Representatives and the Senate act as a trial chamber.
പ്രൊപ്പോസൽ ഓവർ ഇംപീച്ച്മെന്റ് ഈസ് ഇനീഷ്യേറ്റഡ് ഇൻ ദ സെനറ്റ് ആൻഡ് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ് ആക്ട് ആസ് എ ട്രയൽ മെമ്പർ. ഇതിനകത്ത് ഒരു കാര്യം ഉറപ്പാണ്, സെനറ്റാണ് ഇംപീച്ച് ചെയ്യാനുള്ള അധികാരം. അത് ഉറപ്പാണ്. അപ്പം ഇംപീച്ച് ഓൺലി ബൈ സെനറ്റിന് മാത്രമേ ഇംപീച്ച് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഉത്തരം അതാണോ എന്നുള്ള സംശയമുണ്ട്. നമുക്ക് നോക്കാം. ഏഴാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് സി ആണ്. അതായത് സെനറ്റിന് മാത്രമേ ഇംപീച്ച് ചെയ്യാൻ പറ്റൂ എന്നുണ്ടെങ്കിൽ ഇംപീച്ച്മെന്റ് പ്രോസസ്സ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവിലും സെനറ്റ് ട്രയൽ ചേമ്പറുമായിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്. ഏഴ് എന്തായാലും നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് സി തന്നെയാണ്. സി ആണ് ഏഴിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. 7C. എട്ടാമത്തതിൻ്റെ ചോദ്യം വരുന്നത് ഒഫീഷ്യൽസ് മേക്ക് വർക്ക് ഫോർ ഈച്ച് അതർ. ഹൂ മേഡ് ദിസ് റിമാർക്ക്? ഒഫീഷ്യൽസ് മേക്ക് വർക്ക് ഫോർ ഈച്ച് അതർ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് റിമാർക്ക് നടത്തിയതാരാണ്? എട്ടാമത്തെ ചോദ്യം ഉത്തരവായിട്ട് വരുന്നത് എ ആണ്. പാർക്കിൻസൺ ആണ് ആ സ്റ്റേറ്റ്മെന്റ്. ഹൂ അമംഗ് ദ ഫോളോവിങ് ഇക്വേറ്റഡ് നാഷണലിസം വിത്ത് തോട്ട്ലെസ് ഇമോഷണലിസം? ഇതൊരു നല്ലൊരു ചോദ്യമാണ്. തോട്ട്ലെസ് ഇമോഷണലിസത്തിലേക്ക് നാഷണലിസത്തെ കൊണ്ടുവന്ന വ്യക്തിയുടെ പേരെന്നാണ്? അത് +2 നാഷണലിസം എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്തുമുള്ള ഒരു ചോദ്യമാണ്. അതിന് ഉത്തരമായിട്ട് വരുന്നത് 9A ആണ്. MN റോയി ആണ് അതിന് ഉത്തരമായിട്ട് വരുന്നത്. 10. ഹൂ അമംഗ് ദ ഫോളോവിങ് കാറ്റഗറൈസ്ഡ് എലമെന്റ്സ് ഓഫ് പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് ആസ് ഇക്വാലിറ്റി, കപ്പാസിറ്റി ആൻഡ് ഡിഫറൻസിയേഷൻ? പൊളിറ്റിക്കൽ ഡെവലപ്മെന്റിന്റെ എക്വാലിറ്റി, കപ്പാസിറ്റി ആൻഡ് ഡിഫറൻസിയേഷൻ എന്ന് ക്ലാസിഫൈ ചെയ്ത വ്യക്തി ആരാണ്? 10ാമത്തെ ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് ബി ആണ്. ലുസിയാൻ പൈ. ബിഹേവിയറിസം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ സ്റ്റഡി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ബൈ. ബിഹേവിയറിസം പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവന്ന വ്യക്തി ആരാണ്? ബിഹേവിയറിസം കൊണ്ടുവന്ന ആരാണ്? പറയുന്നത് സി ആണ് ഉത്തരം. സിമോൺ ആണ് ഉത്തരം. സൈമൺ ആണ് ഉത്തരം. 12. പ്രിയാമ്പിൾ ഓഫ് to the Constitution of India was termed as identity card of the Constitution. ഐഡന്റിറ്റി കാർഡ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് പ്രിയാമ്പിളിനെ വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? 12ാമത് ഉത്തരം എ. പൽക്കിവാലയുടെ ഐഡന്റിറ്റി കാർഡ്. 13. നോഷൻ ഓഫ് ഓർഗാനിക് ഇന്റലക്ച്വൽ വാസ് എക്സ്പൗണ്ടഡ് ബൈ. ദ നോഷൻ ഓർഗാനിക് ഇന്റലക്ച്വൽ വാസ് എക്സ്പൗണ്ടഡ് ബൈ. 13 സി ആണ് ഉത്തരം. സി എ. ഗ്രാംഷി. ഓർഗാനിക് ഇന്റലക്ച്വൽ വാസ് എക്സ്പൗണ്ടഡ് ബൈ ഗ്രാംഷി. The demand for new international economic order was first made at Dash Summit. The demand for new international economic order was first made at Dash Summit. 14ാമത്തെ ചോദ്യോത്തരം ബി ആണ്. IGS മീൻസ് അൾജീരിയയുടെ തലസ്ഥാനമായ IGS വെച്ചിട്ടാണ് ഈ ഡിമാൻഡ് ഫോർ ന്യൂ എക്കണോമിക് ഓർഡർ ഫസ്റ്റ് മേഡ് ചെയ്തത്. അസേർഷൻ റീസണിലേക്ക് വരികയാണ്. ഫെഡറലിസം ഈസ് നോട്ട് ഡെഡ് ഇൻ ഇന്ത്യ. ന്യൂ റീജിയൻസ് ആർ കോൺസ്റ്റന്റ്ലി ഡിമാൻഡിങ് സ്റ്റേറ്റ്ഹുഡ്. ഫെഡറലിസം ഇത് നമ്മൾ നേരത്തെ ഒരു റിപ്പീറ്റിംഗ് വാല്യൂള്ള ചോദ്യമാണ്. അതിന് ഉത്തരം വരുന്നത് ബി ആണ്. ബോത്ത് എ ആൻഡ് ആർ രണ്ടും ട്രൂ ആണ്. പക്ഷെ ആർ ഈസ് നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ. അത് നോക്കണം. അത് കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. ഫെഡറലിസ്റ്റ് എക്സ്പ്ലനേഷൻ അല്ല ഈ പറയുന്ന 6 രണ്ടും ശരിയാണെങ്കിൽ. ദ റോൾ ഓഫ് പ്രഷർ ഗ്രൂപ്പ് ഈസ് ലിമിറ്റഡ് ടു ദ വെൽഫെയർ ഓഫ് മാർജിനൽ സെക്ഷൻ ഓഫ് സൊസൈറ്റി, ഓൾ സെക്ഷൻ ഓഫ് സൊസൈറ്റി, ഇത് മെമ്പേഴ്സ് ഓൺലി, ദ ഹ്യൂമാനിറ്റി ആസ് എ ഹോൾ. ഇവിടെ പ്രഷർ ഗ്രൂപ്പിന്റെ റോൾ എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണ്. അത് ദ മെമ്പേഴ്സ്. 16C ആണ് ദ മെമ്പേഴ്സ്. അത് പ്രഷർ ഗ്രൂപ്പ് ഉൾപ്പെടുന്ന മെമ്പേഴ്സിൽ മാത്രമേ അത് ഉണ്ടാവുള്ളൂ. 17ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഹൂ അമംഗ് ദ ഫോളോവിങ് വാസ് ഫസ്റ്റ് ഇനിഷ്യേറ്റഡ് ദ സ്റ്റഡി ഓഫ് സ്റ്റേറ്റ് പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ? സ്റ്റേറ്റ് പൊളിറ്റിക്സ് ഇൻ ഇന്ത്യയിൽ ആദ്യം കൊണ്ടാണ് 17ാമത്തെ ഉത്തരം വരുന്നത് ഡി ആണ്. മൈറോൺ വെയ്നർ ആണ് ഉത്തരമായിട്ട് വരുന്നത്. 18. ഹൂ അമംഗ് ദ which one of the following is the correct function of staff agency? Issuing orders to the subordinate, controlling the activities of subordinate, അഡ്വൈസിംഗ് ദ ചീഫ് എക്സിക്യൂട്ടീവ്, പ്രൊവൈഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സർവീസ്. സ്റ്റാഫ് ഏജൻസിയുടെ പ്രധാന ചുമതല എന്ന് പറയുന്നത് 18C ആണ്. അഡ്വൈസിംഗ് ചീഫ് എക്സിക്യൂട്ടീവ്. ദാറ്റ് ഈസ് എ കറക്റ്റ് ഫംഗ്ഷൻ ഓഫ് സ്റ്റാഫ് ഏജൻസി. 19. ദ ട്രാജഡി ഓഫ് കോമൺസ് ഈസ് റിലേറ്റഡ് ടു. ട്രാജഡി ഓഫ് കോമൺസ് എന്ന് പറയുന്നത് ഏതുമായി ബന്ധപ്പെട്ടാണ്? ദ ട്രാജഡി ഓഫ് കോമൺസ് വാസ് റിലേറ്റഡ് ടു ഏത് കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടതാണെന്നുള്ളതാണ്. വാറ്, പീസ്, ഹ്യൂമൻ റൈറ്റ്, എൻവയോൺമെന്റ്. ട്രാജഡി ഓഫ് കോമൺസ്. 19. ഉത്തരം വരുന്നത് ഡി ആണ്. ഡി എന്ന എൻവയോൺമെന്റ്. ട്രാജഡി ഓഫ് കോമൺസ് വാസ് റിലേറ്റഡ് ടു എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട ട്രാജഡി ഓഫ് കോമൺസ്. 20.
ഓതർ ഓഫ് ഹ്യൂമൻ നേച്ചർ ഇൻ പൊളിറ്റിക്സ്. ഓതർ ഓഫ് ഹ്യൂമൻ നേച്ചർ ഇൻ പൊളിറ്റിക്സ് ആരാണത്? ഓതർ ഓഫ് ഹ്യൂമൻ നേച്ചർ ഇൻ പൊളിറ്റിക്സിന്റെ ഓതറായിട്ട് വരുന്നത് 20ാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്നത് സി ആണ്. സി എന്ന് പറയുന്നത് ഗ്രഹാം വാലസ് ആണ്. ഗ്രഹാം വാലസ് ആണ് ദ ഹ്യൂമൻ നേച്ചർ ഓഫ് പൊളിറ്റിക്സിന്റെ ഓതർ. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ റിഗാർഡിംഗ് ബിഹേവിയറലിസം എന്ന് വരുന്നു. Herbert Simon of Chicago University rightly called the intellectual father of behavioral movement. Behavioralism is interdisciplinary in nature. It was protest movement against a traditional approach. Behavioralist research seeks to elevate actual human being to the center of attention. ഇവിടെ ശരിയല്ലാത്തതാണ്. ബിഹേവിയറലിസം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹെർബർട്ട് സൈമൺ അതിൻ്റെ ഒരു ഫാദർ ഓഫ് ബിഹേവിയറൽ മൂവ്മെന്റിന്റെ ഒരു ഫാദർ എന്ന് വേണമെങ്കിൽ പറയാമോ? നേരത്തെ നമ്മളത് കണ്ടിരുന്നു. ബിഹേവിയറലിസം നോക്കാം. 21ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് എ ആണ്. അതായത് 21ാമത്തെ ചോദ്യത്തിന് നോട്ട് ട്രൂ എന്ന് പറയുന്നത് എ ആണ്. അത് ഹെർബർട്ട് സൈമണെ ഫാദർ ഓഫ് ബിഹേവിയറൽ മൂവ്മെന്റിനെ പറയാൻ പറ്റില്ല. ഹെർബർട്ട് സൈമൺ അല്ല. ഹെർബർട്ട് സൈമൺ നേരത്തെ കണ്ടിരുന്നത് ഈ ബിഹേവിയറലിസം മാനേജ്മെന്റിൽ അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവന്ന ആളാണ് ഈ ഹെർബർട്ട് സൈമൺ. അദ്ദേഹം ബിഹേവിയറിന്റെ പിതാവല്ല. ബാക്കിയൊക്കെ ബിഹേവിയറെ സംബന്ധിച്ച് ശരിയാണ്. ബിഹേവിയറലിസം ഇന്റർഡിസിപ്ലിനറി നേച്ചർ, ജസ്റ്റ് പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് മൂവ്മെന്റ് അഗൈൻസ്റ്റ് ട്രഡീഷണൽ അപ്രോച്ച്. ബിഹേവിയറൽ റിസർച്ച് ടേക്ക് ടു എലിവേറ്റ് ആക്ച്വൽ ഹ്യൂമൻ ബീയിങ് ഇൻ ദ സെന്റർ ഓഫ് അറ്റൻഷൻ. 22ാമത്തെ ചോദ്യം പൊളിറ്റിക്സ് as a struggle for power as a psychological relationship between those who exercise it and over whom is exercised. പൊളിറ്റിക്സ് ഒരു അധികാരത്തിന് വേണ്ടിയുള്ള മത്സരമാണെന്ന് പറയുന്നത്. ഒരു സൈക്കോളജിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ട്. പിന്നെ ആരുടെ മേലിത് പ്രയോഗിക്കുന്നു, ഇതും പ്രയോഗിക്കുന്നവരും തമ്മിൽ ഉള്ളത്. അത് അങ്ങനെ പറഞ്ഞ ആരാണ്? 22ാമത്തെ ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് ബി ആണ്. ബി എന്ന് പറയുന്നത് ഹാൻസ് ജെ മോർഗൻതു. ഹാൻസ് ജെ മോർഗൻതു എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ ഒരു പൊളിറ്റീഷ്യൽ ചിന്തകന്റെ, പൊളിറ്റിക്കൽ തിങ്കറുടെ ചിന്താഗതിയാണ് ഈ പൊളിറ്റിക്സ് ഈസ് എ സ്ട്രഗിൾ ഫോർ പവർ. ലെജിറ്റിമേറ്റ് പവർ ഈസ് കോൾഡ്. ലെജിറ്റിമേറ്റ് പവറിനെ എന്താണ് പറയുന്നത്? ലെജിറ്റിമേറ്റ് പവർ ഈസ് കോൾഡ് 23ാം ചോദ്യം അതോറിറ്റി. ദ ലെജിറ്റിമേറ്റ് പവർ ഈസ് കോൾഡ് അതോറിറ്റി. അതാണ് ലെജിറ്റിമസി. നിയമസാധുതയുള്ള അധികാരത്തിലിരിക്കുന്ന വ്യക്തിക്കാണ് അതോറിറ്റി ഉള്ളൂ. ദ ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ് ആക്ട് വാസ് പാസ്ഡ്. ട്രാൻസ്ജെൻഡർക്ക് വേണ്ടിയുള്ള റൈറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് പാസ് ചെയ്ത വർഷമേത്? 24ാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്നത് ഡി ആണ്. 24ാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്നത് ഡി ആണ്. ഡി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, 2019 ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ ആക്ട് വരുന്നത്. 25 വിച്ച് വാസ് ദ ഫോളോവിങ് ഈസ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ്. നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ് ആണ്. പ്രോസസ് ഓഫ് ഗവൺമെന്റ്, ആദർ ബെന്റ്ലി, സൈക്കോപാത്തോളജി ഓഫ് പൊളിറ്റിക്സ്, കോൾഡ്വിഷ്, മൈൻഡ് ആൻഡ് സൊസൈറ്റി, വിൽഫ്രെഡോ പരറ്റോ, ആൻഡ് പൊളിറ്റിക്സ് ഓഫ് ഡെവലപ്പിംഗ് ഏരിയ ഗബ്രിയൽ എ ആൽമോണ്ട്. ഇതിനകത്ത് ഏതായിരിക്കും? 25ാമത് സി ആണോ? ഇതാണ് സൈക്കോ പാത്തോളജി ഓഫ് പൊളിറ്റിക്സ്. കോൾഡ്വിഷ് എന്നുള്ളത് തെറ്റാണ്. ബാക്കിയൊക്കെ ശരിയാണ് അല്ലേ? മൈൻഡ് ആൻഡ് സൊസൈറ്റി വിൽഫ്രെഡോ പരറ്റോ ആണ്. വിൽഫ്രെഡോ പരറ്റോ. പൊളിറ്റിക്സ് ഓഫ് ഡെവലപ്പിംഗ് ഏരിയ ഗബ്രിയൽ ആൽമണ്ട് ആണ്. പ്രോസസ് ഓഫ് എൻവയോൺമെന്റ് ആദർ ബെന്റ്ലിയാണ്. 25ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 26ാമത്തെ ചോദ്യം. 25ആണ് നമ്മളിപ്പം. 25 നോക്കിയത്. 25 സി ആണ്. 25ആണ് നോക്കിയത്. 25ാമത്തെ ഉത്തരം വരുന്നത് സി ആണ്. സി എന്ന് പറയുന്നത് അത്. 26 വിച്ച് ഹൂ ഡിഫൈൻ ദ സ്റ്റേറ്റസ്. സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്തത് ഇങ്ങനെ: അസോസിയേഷൻ വിച്ച് ആക്ടിങ് ത്രൂ ലോ ആസ് പ്രൊമോഗേറ്റഡ് ബൈ ഗവൺമെന്റ് ആൻഡ് ഓർ ടു ഡിസെൻഡ് വിത്ത് കോഹെസീവ് പവർ മെയിൻറ്റെയിൻസ് വിതിൻ ദ കമ്മ്യൂണിറ്റി ടെറിട്ടറിയലി ഡിമാർക്ക്ഡ് ദ യൂണിവേഴ്സൽ എക്സ്റ്റേണൽ കണ്ടീഷൻ ഓഫ് സോഷ്യൽ ഓർഡർ എന്ന് പറഞ്ഞ്
ഇങ്ങനെ അത്രയും വ്യക്തമായിട്ട് പറഞ്ഞ വ്യക്തി ആരാണ്? 26ാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്നത് ഡി ആണ്. ഡി മാക് ഐവർ. മാക് ഐവർ ആണ് ഇത്രയും കാര്യമായി പറഞ്ഞത്. 27 വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് റിലേറ്റഡ് വിത്ത് ഇന്റലക്ച്വൽ ഫൗണ്ടേഷൻ സ്റ്റോൺസ് ഓഫ് ബിഹേവിയറിസം. ഇന്റലക്ച്വൽ ഫൗണ്ടേഷൻ സ്റ്റോൺ ഓഫ് ബിഹേവിയറിസം. ഇന്റലക്ച്വൽ ഫൗണ്ടേഷൻ സ്റ്റോൺ ഓഫ് ബിഹേവിയറിസം എന്ന വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് നോട്ട് റിലേറ്റഡ് ഇന്റലക്ച്വൽ ഫൗണ്ടേഷൻ സ്റ്റോൺ ഓഫ് ബിഹേവിയറിസം അല്ലാത്ത ഏതാണെന്നുള്ളതാണ്. ഫീഡ്ബാക്ക്, വെരിഫിക്കേഷൻ, ക്വാണ്ടിഫിക്കേഷൻ, ഇൻ്റഗ്രേഷൻ. ഇന്നത്തെ ഫീഡ്ബാക്ക് ആവാനാണ് സാധ്യത. 27 ആണ് ഫീഡ്ബാക്കാണ് ബിഹേവിയറിസത്തിനകത്ത് വരാത്തത്. വീണ്ടും അസേർഷൻ ആൻഡ് റീസൺ. മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ പ്രധാന മേഖലയാണിത്. സ്റ്റേറ്റ് ഓഫ് നേച്ചർ ഈസ് എ കണ്ടീഷൻ ഓഫ് വാർ. എവരി മാൻ എഗൈൻസ്റ്റ് എവരി മാൻ. സ്റ്റേറ്റ് എമർജ്ഡ് ടു എസ്കേപ്പ് ഫ്രം ദ സ്റ്റേറ്റ് ഓഫ് നേച്ചർ. ദ ഫങ്ഷൻ ഓഫ് ദ സ്റ്റേറ്റ് പ്രൊവൈഡ് പീസ് ആൻഡ് സെക്യൂരിറ്റി ടു ഇസ്. ഇത് എന്തായിരിക്കും ഉത്തരം വരിക? സ്റ്റേറ്റ് ഓഫ് നേച്ചർ തോമസ് ഹോബ്സിന്റെ ഇതാണ്. അപ്പോൾ എ ആൻഡ് ആർ ട്രൂ, രണ്ടും ട്രൂ ആണെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ ഇത് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. ഇത് ഈ എക്സ്പ്ലനേഷൻ, ഈ അസേർഷൻ്റെ എക്സ്പ്ലനേഷൻ കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്നുള്ളത് മാത്രം അവിടെയാണ് ഈ തെറ്റിപ്പോകാൻ സാധ്യത കൂടുതൽ. അതിനെന്തോ ഒരു ടെക്നിക്കുണ്ട്. എങ്ങനെയാണ് അസേർഷൻ ശരിക്കും റീസൺ ആയിട്ട് വരുന്നത്, അസേർഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആകുന്നത് എന്നുള്ളത് ഒരു പ്രത്യേക സാഹചര്യം നമ്മൾ നോക്കണം. ഇവിടെ നമുക്കറിയാം സ്റ്റേറ്റ് ഓഫ് നേച്ചർ എന്ന് പറയുന്ന തോമസ് ഹോബ്സിൻ്റെ ഒരു ഐഡിയ ആണ്. ഈ ഐഡിയയിൽ സ്റ്റേറ്റ് ഓഫ് നേച്ചർ എന്താണെന്ന് കൃത്യമായി പറയുന്നുണ്ട്. സ്റ്റേറ്റ് ഓഫ് നേച്ചർ എന്ന് പറഞ്ഞാൽ ഇതാണ്, എവരി മാൻ എഗൈൻസ്റ്റ് എവരി മാൻ, സ്റ്റേറ്റ് എമർജ്ഡ് എസ്കേപ്പ്. അപ്പോൾ ഇത് ഫങ്ഷൻ ഓഫ് സ്റ്റേറ്റ് പ്രൊവൈഡ് പീസ് ആൻഡ് സെക്യൂരിറ്റി ടു ഇറ്റ്സ് മെമ്പേഴ്സ്. അതും ഇതും തമ്മിൽ എൻ്റെ എക്സ്പ്ലനേഷൻ ആകുന്നില്ല. സ്റ്റേറ്റ് ഓഫ് നേച്ചറിൻ്റെ എക്സ്പ്ലനേഷൻ അല്ല ഈ ഒരു റീസൺ എന്നുള്ളത്. റീസൺ രണ്ട് ശരിയാണ്, റീസൺ അല്ല. The following are correct about Rousseau's concept of general will. It is absolute, it is alienable, it is infallible, it is non-conflictual with the individual interest. ഈ റൂസോയുടെ ജനറൽ വില്ലിനെ സംബന്ധിച്ച് കറക്റ്റ് ഏതാണ്? ഇറ്റ് ഈസ് അബ്സല്യൂട്ട്, ഇറ്റ് ഈസ് അലീനബിൾ, ഇറ്റ് ഈസ് ഇൻഫാലിബിൾ, ഇറ്റ് ഈസ് നോൺ. 29ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് സി ആണ്. 1, 3, 4 ഈ രണ്ട്. ഇറ്റ് ഈസ് അലീനബിൾ എന്നുള്ളത് ഇല്ല. ഇറ്റ് ഈസ് അബ്സല്യൂട്ട് ആണ്, ഇറ്റ് ഈസ് ഇൻഫാലിബിൾ ആണ്, ഇറ്റ് ഈസ് നോൺ കോൺഫ്ലിക്ച്വൽ വിത്ത് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്. നമുക്ക് ഈ 4 ശരിയാണെന്നൊരു സംശയം വരാം. ആൻഡ് ഇറ്റ് ഈസ് അലീനബിൾ. അലീനേഷന് മാറിപ്പോയത് ഇത് നമുക്കറിയുന്നത് 3 ഒരേ സ്വഭാവമാണ്. അതിൻ്റെ അർത്ഥം അറിയാമെങ്കിൽ തന്നെ നമുക്ക് ഉത്തരം എഴുതാനായിട്ട് സാധിക്കും. അലീനബിളിൻ്റെ അർത്ഥം, അലീനേഷൻ്റെ അർത്ഥം അറിയാമെങ്കിൽ ഉത്തരം എഴുതാൻ സാധിക്കുമായിരുന്നു. 30 ദ ഓതർ ഓഫ് ഐഡന്റിറ്റി, കണ്ടംപററി ഐഡന്റിറ്റി, പൊളിറ്റിക്സ് ആൻഡ് സ്ട്രഗിൾ ഫോർ ഓർഗനൈസേഷൻ. 30ാമത് ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് ഫ്രാൻസിസ് ഫുക്കിയാമ. ഈ ഫ്രാൻസിസ് ഫുക്കിയാമ എപ്പോഴും ചോദിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ബുക്കുകളാണ് ചോദിക്കാറ്. ഇവിടെ ഐഡന്റിറ്റി, കണ്ടംപററി ഐഡന്റിറ്റി ഓഫ് പൊളിറ്റിക്സ് ആൻഡ് സ്ട്രഗിൾ ഫോർ റെക്കഗ്നിഷൻ എന്ന് പറയുന്ന ഐഡന്റിറ്റിയായി ബന്ധപ്പെട്ടത് ഫ്രാൻസിസ് ഫുക്കിയാമയുടെയാണ്. അസേർഷൻ റീസൺ ഇതാ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഓൾ പൊളിറ്റിക്കൽ സിസ്റ്റംസ് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ഇറ്റ്സ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. അത് ശരിയാണോ? ഇന്റേണൽ, എക്സ്റ്റേണൽ. റീസൺ ഫോറിൻ പോളിസീസ് ആർ ഫ്രെയിംഡ് ഓൺലി ബൈ കൺസിഡറിങ് ഡൊമസ്റ്റിക് ഇൻട്രസ്റ്റ്. എ ഈസ് ട്രൂ അല്ല. എ ഈസ് ബോത്ത്. എ ഈസ് ട്രൂ, ആർ ഈസ് ഫാൾസ്. എനിക്ക് തോന്നുന്നില്ല. എ ആൻഡ് ആർ ആർ ഫാൾസ്. ഇതിനകത്ത് എ ട്രൂ അല്ലെന്നാണ് എൻ്റെ ഒരു ചിന്ത. പക്ഷേ ഇതിനകത്ത് എ ട്രൂ അല്ല, അതിൻ്റെ ഒരു ഓപ്ഷൻ അതില്ല. എ ട്രൂ അല്ല, എ ട്രൂ ആണ്. ഇതിനകത്ത് ബോത്തും മറ്റതും ഫാൾസ് ആവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയും. നോക്കാം. 31ാം ചോദ്യത്തിന് ബി തന്നെ. അതെ, ബി. എ ട്രൂ അല്ല. കാരണം പൊളിറ്റിക്കൽ സിസ്റ്റം ഒരിക്കലും ഇന്ത്യ എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ നിന്ന് സ്വതന്ത്രമല്ല. അപ്പോൾ എ ട്രൂ അല്ല നമുക്കറിയാം. പക്ഷേ എ ട്രൂ അല്ല എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ അതില്ല. എ ഇസ് ട്രൂ എന്ന് മാത്രമേ അതിനകത്ത്, അല്ലെങ്കിൽ രണ്ടും ഫാൾസ് ആയിരിക്കണം ഉത്തരം വരുമ്പോൾ. അതങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. അടുത്തത് 32ാമത്തെ ചോദ്യം. 32ാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ
ഡെഫിനിഷനാണ്. ആരാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? പൊളിറ്റിക്കൽ സിസ്റ്റം ഇസ് എ ഹ്യൂമൻ കമ്മ്യൂണിറ്റി ദാറ്റ് സക്സസ്ഫുള്ളി ക്ലെയിംസ് ദ മോണോപ്പൊളി ഓഫ് ദ ലെജിറ്റിമേറ്റ് യൂസ് ഓഫ് ഫിസിക്കൽ ഫോഴ്സ് വിതിൻ എ ഗിവൺ കമ്മ്യൂണിറ്റി ഹൂസ് ഡെഫിനിഷൻ ഇസ് ദിസ്. സ്റ്റേറ്റിനെ പറ്റിയുള്ള ഡെഫിനിഷൻ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സിസ്റ്റത്തെ പറ്റിയുള്ള ഡെഫിനിഷനാണിത്. ഇതിനകത്ത് പൊളിറ്റിക്കൽ സിസ്റ്റം ക്ലെയിംസ് യൂസ് ഓഫ് ഫിസിക്കൽ ഫോഴ്സ് വിതിൻ ഇത് കൊണ്ടൊന്നും ആരാണ്? 32ാമത്തെ ചോദ്യോത്തരമായിട്ട് വരുന്നത് 32ാമത്തെ ചോദ്യോത്തരമായിട്ട് വരുന്നത് മാക്സ് വെബറാണ് ഉത്തരം വരുന്നത്. 33ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ആൻ ഇൻപുട്ട് ഫംഗ്ഷൻ? റൂൾ അഡ്ജുഡിക്കേഷൻ, ഇൻട്രസ്റ്റ് ആർട്ടിക്കുലേഷൻ, പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ, ഇൻട്രസ്റ്റ് അഗ്രിഗേഷൻ. പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ, റൂൾ അഡ്ജുഡിക്കേഷൻ, പൊളിറ്റിക്കൽ ഇൻ്റഗ്രേഷൻ, പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ, ഇൻട്രസ്റ്റ് അഗ്രിഗേഷൻ. 33ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് എ ആണ്. റൂൾ അഡ്ജുഡിക്കേഷൻ ആണ് അതിനകത്ത് നോട്ട് ആൻ ഇൻപുട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ബാക്കിയുള്ള എല്ലാം ഇൻട്രസ്റ്റ് ആർട്ടിക്കുലേഷൻ ഉണ്ട്, ഇൻട്രസ്റ്റ് അഗ്രിഗേഷൻ ഉണ്ട്, പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ എല്ലാം ഇൻപുട്ട് ഫംഗ്ഷനകത്ത് വരും. ദ ഫ്രേസ് ഹിസ്റ്ററി ഈസ് ദ ഗ്രേവ് യാർഡ് ഓഫ് അരിസ്റ്റോക്രസീസ്, ഇതൊരു ഫ്രേസാണ്. ചരിത്രം എന്നത് എന്താ പറയുന്നത്, തൽപര കക്ഷികളുടെ അല്ലെങ്കിൽ ചില പ്രഭുഭരണങ്ങളുടെ ശവപ്പറമ്പാണ് എന്നുള്ളതാണ്. ഭരണം പ്രഭുക്കന്മാരുടെ ഭരണമാണ്, ഏതാനും വ്യക്തികളുടെ ഭരണത്തിൽ ശവപ്പറമ്പാണ്. ആരാണ് ഇത് പറഞ്ഞതെന്നുള്ളത്? ഇത് പറഞ്ഞത് മിക്കവാറും ഗ്രഹാനോ മോസ്ക, റോബർട്ടോ മിഷേൽസ്, ഒട്ടേഗ ഗസറ്റ്, വിൽഫ്രെഡോ പാരറ്റോ. ഇവർ രണ്ടുപേരും എലൈറ്റുകാരുടെ ആൾക്കാരാണ് കേട്ടോ. ഇവർ രണ്ടുപേരും എലൈറ്റ്, ഈ ഗ്രഹാനോ മോസ്കോ ആൻഡ് വിൽഫ്രെഡോ പാരറ്റോ എലൈറ്റ് തിയറി രൂപീകരിച്ച വ്യക്തികളാണ്. അപ്പോൾ ഇവരിൽ ആരോ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്നാണ്. 34 നോക്കാം, അല്ലെങ്കിൽ നമുക്ക് നോക്കാം. 34D ആണ് ഉത്തരം. യെസ്, നമ്മുടെ സംശയം ശരിയായിരുന്നു. ഇതിനകത്ത് 2 പേരിൽ ആരോ ആണ്. വിൽഫ്രെഡോ പാരറ്റോയാണ് ഉത്തരം. പക്ഷേ നമുക്ക് ഇത് കൃത്യമായിട്ട് പഠിച്ചില്ലെങ്കിൽ ഇത് നമുക്ക് കിട്ടുകയില്ല. വിൽഫ്രെഡോ പാരറ്റോ മോസ്കോ എലൈറ്റ് തിയറിയാണെന്ന് അറിയുന്ന ഒരു വ്യക്തിക്ക് രണ്ടുപേരും എലൈറ്റ് തിയറിയുടെ ആൾക്കാരാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഈ ഒരു കൺസെപ്റ്റ് ഹിസ്റ്ററി ഈസ് ദ ഗ്രേവ് യാർഡ് ഓഫ് അരിസ്റ്റോക്രസി എന്ന് പറയുന്നത് ആരെങ്കിലും പറഞ്ഞു പറഞ്ഞാൽ അത് വ്യക്തമായ വായന വേണം. ഇവിടെ വിൽഫ്രെഡോ പാരറ്റോ പറഞ്ഞതാണ് ഉത്തരം. മസ്കാണോ വിൽഫ്രെഡോ പാരറ്റോ എന്ന് പറയുന്നത് രണ്ടുപേരുടെ ഒരു കറക്കിക്കൂടി നടത്തേണ്ട അവസ്ഥയിലേക്കാണ് എത്തിയിട്ടുള്ളത്. 35 ദ ട്രാൻസ്മിഷൻ ഓഫ് നോൺ പൊളിറ്റിക്കൽ ആറ്റിറ്റ്യൂഡ് വിച്ച് അഫക്ട്സ് ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് അനലോഗ്സ് റോൾ ആൻഡ് ഒബ്ജക്റ്റ് ഇൻ ദ പൊളിറ്റിക്കൽ സിസ്റ്റം ഈസ് റെഫേർഡ് ആസ് ഡാഷ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ. The transmission of non-political attitude which affects attitude towards analog roles and objects in the political system is referred as dash political socialization. 35ാമത്തെ ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് ബി ആണ്. ബി എന്ന് പറയുന്നത് ലാറ്റന്റ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്നാണ്. 36 who among the following expounded pluralistic theory of democracy? Who among the following expounded pluralist theory of democracy? 36 വരുന്നത് എ ആണ്. റോബർട്ട് എ ഡാൽ. പ്ലൂറാലിസ്റ്റ് തിയറി ഓഫ് ഡെമോക്രസിയുടെ വക്താവ് റോബർട്ട് എ ഡാലാണ്. അസേഷൻ 37 അസേഷൻ റീസൺ. Civil society movement form a collective behavior to address the multifarious social challenges. Civil society movement form a collective behavior to address the multifarious social challenges. And the reason, civil society movement always affiliated with the political party. 37D ആണ്. Civil society movement from collective behavior to address the multifarious social changes. A is true, R is not the correct explanation of A is true, but R is not correct explanation of A.
അതാണ്. ദ കൺസെപ്റ്റ് ഓഫ് സർക്കുലേഷൻ ഓഫ് എലൈറ്റ് റിലേറ്റഡ് ടു എലൈറ്റ് കൺസെപ്റ്റ് വീണ്ടും വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ല, ജി മോസ്ക ആൻഡ് വിൽഫ്രഡ് പാലറ്റ് രണ്ടുപേരും വന്നിരിക്കുകയാണ് ഇവിടെ വീണ്ടും. എലൈറ്റ്, ദ സർക്കുലേഷൻ ഓഫ് എലൈറ്റ് ഈസ് റിലേറ്റഡ് ടു, അവിടെ അതും മനസ്സിലാക്കി വെക്കണം ആരാണെന്ന്. 38 സി ആണ്, അതും വിൽഫ്രഡ് പാലറ്റ് ആണ്. എനിക്കൊന്ന് എലൈറ്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് ചോദ്യം വന്നാലും മിക്കതും എനിക്ക് തോന്നുന്നത് ഈ വിൽഫ്രഡ് പാലറ്റ് ആയിരുന്നു. ഈ ജി മോസ്ക വന്നിരിക്കുന്നത് റൂളിംഗ് ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഗവേണിങ് നോൺ ഗവേണിങ് അങ്ങനെയൊക്കെയുള്ള ഒരു കൺസെപ്റ്റ് മാത്രമാണ് ഈ മോസ്ക ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. റൂളിംഗ് ക്ലാസ് എനിക്കൊന്ന് കീഴ്പ്പെട്ട പരട്ടെ, അത് കൃത്യമായിട്ട് മോസ്ക ഏത് മേഖലയിലാണ് കോൺട്രിബ്യൂട്ട് ചെയ്തതെന്ന് നോക്കിപ്പോകുന്നത് നല്ലതായിരിക്കും. ഇത് ടൈപ്പ് ഓഫ് പൊളിറ്റിക്കൽ കൾച്ചർ ഇൻ വിച്ച് പീപ്പിൾ ഹാവ് ലിറ്റിൽ ഓർ നോ അവെയർനെസ് ഓഫ് their political system. The type of political culture in which people have little ഒട്ടുമില്ല, no awareness ഒന്നുമില്ല, തീരെയില്ല, ഒട്ടുമില്ല of their political system. പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ ഒരു അറിവുമില്ലാത്ത ഒരു സിസ്റ്റം പൊളിറ്റിക്കൽ കൾച്ചർ ഏതാണ്? സബ്ജക്ട് പൊളിറ്റിക്കൽ കൾച്ചർ, പരോഷ്യൽ പൊളിറ്റിക്കൽ കൾച്ചർ, സിവിക് കൾച്ചർ, ഫ്രാഗ്മെന്റൽ പൊളിറ്റിക്കൽ കൾച്ചർ. ഇങ്ങനെ ഒരു കൾച്ചർ എന്ന് പറയുന്നത് 39ാമത്തേതായിട്ട് വരുന്നത് ബി ആണ്. പരോഷ്യൽ പൊളിറ്റിക്കൽ കൾച്ചറാണ്. ഇങ്ങനെ അവർ ജീവിക്കുന്ന നാട്ടിലെ പൊളിറ്റിക്സിനെ പറ്റി ഒരു അറിവുമില്ല, രാഷ്ട്രീയ സംസ്കാരത്തെ പറ്റി ഒരു അറിവുമില്ല. ദ ടേം ഡെലിബറേറ്റീവ് ഡെമോക്രസി വാസ് കോയിൻഡ് ബൈ, ഡെലിബറേറ്റീവ് ഡെമോക്രസി, അങ്ങനെ ഡെമോക്രസി കോയിൻ ചെയ്ത ആരാണ്? 40ാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്നത് 40A ആണ്. എ എന്ന് പറയുന്നത് ജോസഫ് എം ബാസറ്റ്. 40ാമത്തെ ചോദ്യത്തിൽ ജോസഫ് എം ബാസറ്റ് ആണ് ഈ ഒരു വിഷയം. 41 the process by which individual learn and develop orientation to politics. 41 ഡി ആണ്. പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ 41 ഡി. 42 പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് ആൻഡ് പൊളിറ്റിക്കൽ ഡീകേ is a paper published in 1965 by, Political Development and Political Decay is a paper published in 1965 by 42 ഡി സാമുവൽ പി ഹണ്ടിങ്ടൺ. 43 who called Plato as a first enemy of an open society. ഓപ്പൺ സൊസൈറ്റിയുടെ ഫസ്റ്റ് എനിമി എന്നാണ്. 43A കാൾ പോപ്പർ. Who called Plato as a first enemy of an open society? Karl Popper. 44 which of the following related to Robert Nozick are correct? റോബർട്ട് നോസിക്കുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള ഏതാണ്? റോബർട്ട് നോസിക് ഒരു പൊളിറ്റിക്കൽ തിങ്കാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ട് കറക്റ്റായിട്ട് 44ാമത്തെ ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് ഓതർ ഓഫ് അനാർക്കി സ്റ്റേറ്റ് ആൻഡ് ഉട്ടോപ്യ. അത് റോബർട്ട് നോട്ടിക്. അനാർക്കി സ്റ്റേറ്റ് ആൻഡ് ഉട്ടോപ്യ ചോദിക്കാൻ സാധ്യതയുണ്ട്. റൈറ്റർ ലിബറട്ടേറിയൻ അത് പൊളിറ്റിക്സ് തിങ്കറാണ്. കൺസെപ്റ്റ് ഓഫ് മിനിമൽ സ്റ്റേറ്റ്, എൻഡേറ്റർമെന്റ് തിയറി ഓഫ് ജസ്റ്റിസ്. ഇതിനകത്ത് ഏതൊക്കെയാണ് ഇദ്ദേഹം ബന്ധപ്പെട്ടതെന്ന് നമ്മൾ കണ്ടെത്തണം. ഉത്തരം വരുന്നത് 44 ഡി ആണ്. ഈ നാലും അദ്ദേഹവുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹം ഒരു അനാർക്കി സ്റ്റേറ്റ് ആൻഡ് ഉട്ടോപ്യ വഴി ലിബർട്ടേറിയൻ ആണ്, മിനിമൽ സ്റ്റേറ്റിന്റെ ആളാണ്. എൻഡേറ്റർമെന്റ് തിയറി ഓഫ് ജസ്റ്റിസിന്റെ റോബർട്ട് നോസിക്. 45 അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ ദ പെർവേർട്ടഡ് ഫോം ഓഫ് പോളിറ്റി. 45C ഡെമോക്രസി. പോളിറ്റിയുടെ പെർവേർട്ടഡ് രൂപമാണ്
ഡെമോക്രസി. പെർവേർട്ടഡ് എന്ന് പറയുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ അരിസ്റ്റോട്ടിൽ പറഞ്ഞിരിക്കുന്നു പോളിറ്റിയുടെ പെർവേർട്ട് ചെയ്തപ്പെട്ട വികലമാക്കപ്പെട്ട രൂപമാണ് ഡെമോക്രസി എന്നാണ്. അദ്ദേഹത്തിൻ്റെ ചിന്ത BC-യിൽ നടന്ന ചിന്തയാണെന്ന് ആലോചിക്കണം. 45 എത്രയോ 45-46 അസേർഷൻ റീസൺ ആണ്. സോഷ്യൽ ആൻഡ് ജോഗ്രഫിക്കൽ ഡൈവേഴ്സിറ്റി ഓഫ് ലാർജ് സ്റ്റേറ്റ് കനോട്ട് ബി റെപ്രസെൻറ്റഡ് ബൈ 1 or 2 പൊളിറ്റിക്കൽ പാർട്ടീസ്. ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ന്യൂമറസ് പൊളിറ്റിക്കൽ. ഇത് ഇന്ത്യൻ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണെങ്കിൽ ഇതിന് ഉത്തരം വരുന്നത് 46B ആണ്. അയ്യോ, 46B എന്ന് പറയുമ്പോൾ രണ്ടും ട്രൂ ആണെന്ന് മനസ്സിലായി. A is true and R is a correct explanation of A. A ട്രൂ ആണ്, R ട്രൂ ആണെന്ന് ഇവിടെ പറയുന്നില്ല. A is true, R is a correct explanation. Which of the following is not related to Thomas Hobbes? തോമസ് ഹോബ്സ് ചിത്രത്തിലേക്ക് കടന്നു വരികയാണ്. കൺഫെഷൻസ്, ഡിസൈവ്, ഡീകോർപ്പറേറ്റ്, ലെവിയാത്തൻ. ലെവിയാത്തൻ തോമസ് ഹോബ്സ് ആണെന്ന് അറിയാത്ത ഒരു പൊളിറ്റിക്കൽ സയൻസ് സ്റ്റുഡൻറ്റും ഉണ്ടാവില്ല. ബാക്കി 3 ഏത് ആണ് വരുന്നത് എന്നുള്ളതാണ് വിഷയം. ലെവിയാത്തൻ തോമസ് ഹോബ്സിൻ്റെ സ്വന്തം ഇതാണ്. അങ്ങനെയാണെങ്കിൽ കൺഫെഷൻ, ഡിസൈവ്, ഡീകോർപ്പോർ അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ഏതായിരിക്കും വരാൻ സാധ്യതയുള്ളതെന്ന് 47 നോക്കാം. A ആണ് കൺഫെഷൻസ്. ബാക്കിയുള്ളതെല്ലാം ഡിസൈവ്, ഡീകോർപ്പറേറ്റ്, ലെവിയാത്തൻ പറഞ്ഞിട്ടുള്ള ഇങ്ങനെയുള്ള കടുപ്പുള്ള വാക്കുകളൊക്കെ തോമസ് ഹോബ്സുമായി ബന്ധപ്പെട്ടിരുന്നു. 48 Who said better to be Socrates dissatisfied than a fool satisfied? Better to be Socrates dissatisfied than a fool satisfied. ഇങ്ങനെയൊക്കെ പറഞ്ഞ ആരായിരിക്കും? 48 C JS മില്ല്. JS മില്ലാണ് ഇത്രയും. JS മില്ല് വളരെ പ്രശസ്തനായ ഒരു പൊളിറ്റീഷ്യനാണ്, പൊളിറ്റിക്കൽ തിങ്കറാണ്. 49 Being all equal and independent, no one ought to harm another in his life, health, liberty and possessions. Who said it? മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഹാംസ് പ്രിൻസിപ്പൾ ആരുടെ ആയിരിക്കും? 49 D ആണ്, ജോൺ ലോക്ക്. Being equal and independent, no one ought to harm another in his life, death, health, liberty and possessions. No one ought to harm. ഇവിടെയാണ് ജോൺ ലോക്കിൻ്റെ തിയറി. അടുത്ത് 50 എന്ന് പറയുന്നത് Which of the following statements are true about Machiavelli's statecraft? End satisfy means justify means state is sovereign. State should not maintain strong army. Ruler can use double standard to politics. ഇത് സ്റ്റേറ്റ് മാക്കിയവെല്ലിയെ ബന്ധപ്പെട്ടിട്ട് ഇതിനകത്ത് ഏതൊക്കെ ശരിയായിട്ട് വരും? 50ാമത്തെ ചോദ്യത്തിന് ഉത്തരം വരുന്നത് D ആണ്. D എന്ന് പറയുന്നത് 1, 2, 4 ആണ്. 1 എൻഡ് ജസ്റ്റിഫൈ മീൻസ് സ്റ്റേറ്റ് ഈസ് സോവറിൻ. റൂളർ ക്യാൻ യൂസ് ഡബിൾ സ്റ്റാൻഡേർഡ് ഇൻ ടു പൊളിറ്റിക്സ്. അതിനകത്ത് മാക്കിയവെല്ലിയുടെ ഒരു പ്രധാന കാര്യം ഡബിൾ സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. മെയിൻറ്റെയിൻ ആർമി ഫേസ് ഉണ്ടാക്കിയതെന്ന് പറയുന്നത് അല്ല. പക്ഷേ ഈ ഡബിൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് യൂസ് ചെയ്യാം. സ്റ്റേറ്റ് ഈസ് സോവറിൻ ആണ്. ജസ്റ്റിഫൈ മീൻസ് സ്റ്റേൻഡ് ജസ്റ്റിഫൈ മീൻസ് അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ മാക്കിയവെല്ലി ചാണക്യനൊക്കെ ഇതേ തന്ത്രം ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം ചാണക്യനെ ഇന്ത്യൻ മാക്കിയവെല്ലി എന്ന് വിളിച്ചത്. ഇപ്പോൾ മാക്കിയവെല്ലിയെ പറ്റി ഒരു ഐഡിയ കിട്ടിയുള്ളൂ. അദ്ദേഹം ഡബിൾ സ്റ്റാൻഡേർഡ് രാഷ്ട്ര ഭരണത്തിന് ഡബിൾ സ്റ്റാൻഡേർഡ് ചിലപ്പോൾ ആവശ്യമായിട്ട് വരും. പിന്നെ സ്റ്റേറ്റ് സോവറിനുമാണ്. എൻഡ് ജസ്റ്റിഫൈ മീൻസ് മാർഗ ലക്ഷ്യത്തെ സ്വാധീനിക്കുന്നു. ലക്ഷ്യം മാർഗത്തെ സ്വാധീനിക്കുന്നു. ഫെലിസിഫിക് കാൽക്കുലസ് ഇസ് ആൻ അൽഗോരിതം ഫോർമുലേറ്റഡ് ബൈ ഇതെവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ഫെലിസിഫിക് കാൽക്കുലസ് ഈസ് അൽഗോരിതം ഫോർമുലേറ്റഡ് ബൈ ജർമ്മി രാമാനുജൻ. 51 B ആണ് ഉത്തരങ്ങളിലെ. ജെറമി ബന്ധാമാണ് ഇതിൻ്റെ ആൾ. അൽഗോരിതം എന്ന് കേൾക്കുമ്പോൾ ചാടിക്കറി രാമാനുജൻ എഴുതരുത്. ജെറമി ബന്ധാമാണ് അതിൻ്റെ ആൾ. ഫെലിസിഫിക് കാൽക്കുലസ്. 52 Who comment political power grows out of the barrel of the gun. ഗണ്ണിൻ്റെ ഒരു
പൊളിറ്റിക്കൽ പവർ അങ്ങനെ പറഞ്ഞ ആരാണ്? 52 എ മാവോ സുദുങ് എന്നാണ് ഈ ഗണ്ണ് തോക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വരിക മനസ്സിൽ വരുന്ന ഒരു പേര്. ഓതർ ഓഫ് ഗിൽറ്റി മാൻ ഓഫ് ഇന്ത്യാസ് പാർട്ടീഷൻ, ഇന്ത്യയുടെ വിഭജനത്തിന്റെ കുറ്റക്കാരനായിട്ട് ഉള്ള വ്യക്തി എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് എഴുതിയതാരാണ്? രാം മനോഹർ ലോഹിയ, ജോൺ റസ്കിൻ, ഡോഡ് മൗണ്ട്ബാട്ടൻ, രാമേന്ദ്രൻ ഗുഹ. 53ാമത് ചോദ്യത്തിനും ഇത് ഉത്തരം വരുന്നത് റാം മനോഹർ ലോഹിയ. ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ് ഡെവലപ്ഡ് ബൈ ലൂയിസ് അൾത്തൂസർ. 55. Which of the following facts are true about M.N. Roy? Member of drafting committee, New Humanism, idea of Constituent Assembly was proposed, the founder of Mexican Communist Party. അത് 3, 4 ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷേ 4 ഉണ്ട്, 3 എന്തായാലും ഉണ്ട്, 4 ഉണ്ട്. അപ്പോൾ 3 ഇല്ലാത്തത് നമുക്ക് ഇത് വെട്ടിക്കളയാം. ബാക്കി ഇതിനകത്ത് 3, 4 ഉള്ളത് ഇത് മാത്രമേ ഉള്ളൂ, ഇത് 2 കൂടെ ഉള്ളൂ. അപ്പം ഇത് 1, 2, 3, 4. അപ്പം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ഇതിനകത്ത് മെമ്പർ ആണോ ഒരു സംശയമുണ്ട്. അങ്ങനെ 2, 3, 4 വരുള്ളൂ. 55 നോക്കാം. 55 സി ആണ്. എൻ്റെ ഊഹ ശരിയാണ്. അദ്ദേഹം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി മെമ്പർ അല്ല, പക്ഷേ അദ്ദേഹം ന്യൂ ഹ്യൂമനിസം ബാക്കിയുള്ള കാര്യം ഫൗണ്ടർ ഓഫ് മറ്റൊക്കെ ആളാണ്. But who said all men are intellectual, but not all men have in society a function of intellectuals? എല്ലാ മനുഷ്യനും ബുദ്ധിജീവികൾ തന്നെയാണ്, പക്ഷെ എല്ലാ വ്യക്തികൾക്കും ഇന്റലക്ച്വലിന്റെ ധർമ്മം നിർവഹിക്കുന്നില്ല. അത് എങ്ങനെയാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത്? 56ാമത് നടത്തിയതാണ് അന്റോണിയോ ഗ്രാംഷിയാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ്, ഇന്റലക്ച്വലുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത്. The world has enough for everybody's need, but not enough for one person's greed. ഇത് നമ്മുടെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള +2 ചോദ്യത്തിന്റെ ഭാഗമാണ്. ഇത് M.K. ഗാന്ധി പറഞ്ഞ മഹാത്മാഗാന്ധി എനിക്കറിയാം. ഞാൻ +2 ടീച്ചിങ് പ്രാക്ടീസ് എടുത്തപ്പോൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ പോർഷൻ പഠിച്ചപ്പോൾ കണ്ടതാണ് 57ാമത് ഈ ചോദ്യം. മഹാത്മാഗാന്ധി. 58. Who said the substitution of proletarian for capitalist state is impossible without violent revolution? ആരാണിത് പറഞ്ഞത്? The substitution of proletarian for capitalist state is impossible without a violent revolution. ഇല്ലാണ്ട് ഈ പ്രൊലറ്റേറിയന്റെ ആദ്യമായിട്ട് നടക്കുക. റെവല്യൂഷൻ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന പേര് കാർൽ മാർക്സ് ആയിരിക്കും അല്ലേ? 58 നോക്കാം. പക്ഷെ കാർൽ മാർക്സ് അല്ല, 58 സി ആണ്, ലെനിനാണ്. പ്രൊലറ്റേറിയറ്റ് എന്നൊരു വാക്ക് വന്നാൽ അവിടെ ഒരു ലെനിനെ നിങ്ങൾ കണ്ടെത്തിയിരിക്കണം. ലെനിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു പ്രൊലറ്റേറിയൻ വരാൻ പാടില്ല. വയലന്റ് റെവല്യൂഷൻ ഇല്ലാതെ ഈ ക്യാപിറ്റൽ സ്റ്റേറ്റിൽ പ്രൊലറ്റേറിയനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്ന ലെനിനാണ്. 59 ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഡീൽസ് വിത്ത് ഡിമിനിഷിങ് ആൻഡ് ഇൻക്രീസിങ് ദ ഏരിയ ഓഫ് സ്റ്റേറ്റ്. സ്റ്റേറ്റിന്റെ ഏരിയ കുറയ്ക്കാനും കൂട്ടാനുമുള്ള ആർട്ടിക്കിൾ കൊടുക്കുന്ന അധികാരം എത്രയാണ്? ആർട്ടിക്കിൾ 59 ബി ആർട്ടിക്കിൾ 3 പ്രകാരമാണ് സ്റ്റേറ്റിന്റെ വിസ്താരം കൂട്ടണോ കുറയ്ക്കണമെന്ന് തീരുമാനിക്കുന്നത്. 60 the constitutional amendment which stipulated that the strength of council of ministers including prime minister shall not exceed 15% of the total strength of the lower house. ഈ അടുത്തിടെയാണ്, ഏകദേശം 2001 തോന്നുന്നുണ്ട്, 2000 ശേഷം 2000 ആ ഒരു കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നുണ്ട്, ഈ മിനിസ്റ്റർമാരുടെ സ്റ്റേറ്റിനും കേന്ദ്രത്തിനും എണ്ണം, ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സിന്റെ നിശ്ചിത ശതമാനം, അതായത് 15% കൂടാൻ പാടില്ല എന്നുള്ള ഒരു നിയമം വന്നത്. ആ ഒരു നിയമം വന്നത് ഭരണഘടനാ ഭേദഗതി വഴിയാണ്. ആ ഭേദഗതി എന്താണെന്നുള്ളതാണ് ഇവിടെ, എത്രാമത്തെ ഭേദഗതിയാണെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ നോക്കാം. 60ാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്നത് സി ആണ്. 60ാമത്തെ ചോദ്യത്തിന് സി 91 അമെൻമെന്റ് വഴിയാണ് ഈ സാധനം കൊണ്ടത്.
The article of Indian Constitution which Ambedkar considered as heart and soul of Constitution. ഇതൊരു സിമ്പിളായ ചോദ്യമാണ്. 61ാമത്തെ ചോദ്യത്തിന് നമുക്കൊക്കെ അറിയാം എന്താണ് 61 ഉത്തരം വരുന്നത്. ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 32ആണ്. അതായത് റിട്ട്, സുപ്രീം കോടതിയിൽ റിട്ട് കൊടുക്കാനുള്ള അവകാശം പൗരനുണ്ട്, അപ്പീൽ അധികാരം. അതാണ് ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഏതിനെപ്പറ്റി നമുക്ക് റിട്ട് കൊടുക്കാം. ഒരാളെ വധശിക്ഷയ്ക്ക് വിധിച്ചാൽ പോലും അദ്ദേഹത്തിന് റിട്ട് കൊടുക്കാം, അദ്ദേഹം കാണാതായ റിട്ട് കൊടുക്കാം. എന്തിനു നമുക്ക് റിട്ട് കൊടുക്കാം, അപ്പീൽ അധികാരം. 62 അസേർഷൻ റീസൺ. വീണ്ടും ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ മീനിങ്ലെസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എഫക്റ്റീവ് മെഷറി ഫോർ എൻഫോഴ്സ്മെന്റ്. കറക്റ്റാണ്. ആർട്ടിക്കിൾ 32-36 റെസ്പെക്ട് ചെയ്യുമ്പോൾ സുപ്രീം കോർട്ട്സ് ആൻഡ് ഹൈക്കോർട്ട്സ് ടു ഇഷ്യൂ റിട്ട്സ്. കറക്റ്റാണ്. അപ്പോൾ ദ എ ആൻഡ് ആർ ടു ആർ ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു അസേർഷൻ റീസണിൻ്റെ ഉദാഹരണമാണ്. അസേർഷനുള്ള ഉദാഹരണം 62. അതായത് A and R2 and R is the correct explanation for A. അത് കറക്റ്റാണ്. ആർട്ടിക്കിൾ 110 is Indian Constitution is about disqualification parliament members, money bill, joint session of Union Parliament, pocket veto. ഈ 110ാമത്തെ ആർട്ടിക്കിൾ 63 വരുന്നത് ബി ആണ്, മണി ബില്ലാണ്. മണി ബില്ലാണ് ഈ പറയണ 110 ആർട്ടിക്കിൾ 110 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് മണി ബിൽ. 110 ആർട്ടിക്കിൾ 63. എന്തായാലും കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് പഠിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത്. കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ചൂസ് ദ സ്റ്റേറ്റ് വിച്ച് ഡസ് നോട്ട് ഹാവ് ദ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ഒഡീഷയിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ടോയെന്ന സംശയമാണ്. തെലുങ്കാനയിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മഹാരാഷ്ട്രയിലുണ്ട്, ബീഹാറിലുണ്ട്. ഒഡീഷയിലായിരിക്കും ഇല്ലാത്തുണ്ടാവുക. അപ്പോൾ 64ാമത്തെ ചോദ്യത്തിന് ഉത്തരം വരുന്നത് എ ആണ്. ഉണ്ടാവുക അത് എ തന്നെയാണ്, ഒഡീഷയിലാണ്. തെലുങ്കാനയിൽ ഉണ്ടോയെന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഉണ്ട്, തെലുങ്കാനയിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലുണ്ട്. The governor of state can reserve the bill for the consideration of the president under the article. ഇത് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഗവർണർ ബില്ല് രാഷ്ട്രപതിക്ക് ഫോർവേഡ് ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു ആർട്ടിക്കിൾ 200 പ്രകാരമാണ് എന്നൊരു സംശയമുണ്ട്. കാരണം ഇത് റിപ്പീറ്റഡ് വാല്യൂ ഉള്ള ചോദ്യമായിട്ടാണ് വരുന്നത് തോന്നുന്നത്. 56 എന്നുള്ളൊരു സംശയമുണ്ട്. എന്തായാലും നോക്കാം. 65ാമത്തെ ചോദ്യത്തിന് ഉത്തരം വരുന്നത് ഡി തന്നെയാണ്, ശരിയാണ്. 200 ആർട്ടിക്കിൾ 200 പ്രകാരമാണ് ഗവർണർക്ക് ഒരു ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുന്നത്. അതാണ് നമ്മുടെ കേരളത്തിൽ ഗവർണർ സർക്കാർ തമ്മിൽ പോയിട്ടില്ല. ഗവർണർക്ക് തീരുമാനം എടുക്കാതെ അദ്ദേഹം നേരെ രാഷ്ട്രപതിക്ക്, പ്രത്യേകിച്ച് അദ്ദേഹത്തെ മാറ്റാനുള്ള തീരുമാനം സർക്കാർ എടുത്തൊരു ബില്ല് അവതരിപ്പിക്കാതെ രാഷ്ട്രപതിക്ക് അയച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആർട്ടിക്കിൾ 200 പ്രകാരമാണ് അദ്ദേഹത്തെ ഗവർണറെ ചാൻസലർ പദവിയിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് സർക്കാർ തീരുമാനിച്ചൊരു ബില്ല് ഗവർണർ പരിഗണിക്കെത്തിയപ്പോൾ ഗവർണർ പോയി എനിക്ക് പരിഗണിക്കാൻ കഴിയില്ല, എന്നെ സംബന്ധിച്ചൊരു ഒരു ബില്ല് ഞാൻ തന്നെ തീരുമാനം എടുക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് അത് രാഷ്ട്രപതിക്ക് അയക്കുന്നു എന്നത് അദ്ദേഹം എടുത്ത തീരുമാനം ആർട്ടിക്കിൾ 200 പ്രകാരമാണ് എടുത്തത്. 66 സർക്കാരിയ കമ്മീഷൻ വാസ് സെറ്റപ്പ് ഇൻ. സർക്കാരിയ കമ്മീഷൻ സെറ്റപ്പ് ചെയ്തത് ഏത് വർഷമാണ്? സർക്കാരിയ കമ്മീഷൻ വാസ് സെറ്റപ്പ് ഇൻ 66. അത് ഏത് ഇതിനു വേണ്ടിയിട്ടാണ് രൂപീകരിച്ചത് എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. 66ാമത്തെ ചോദ്യം ഉത്തരം എ ആണ്, 1983. നിങ്ങളിൽ പലരും ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ആ സമയത്താണ് സർക്കാരിയ കമ്മീഷൻ രൂപീകരിച്ചത്. 67ാമത്തെ ചോദ്യം. Who among the following call Indian party system as a one-party dominant system? Indian political party system one party dominant system ആണ്. ഇന്ത്യയിൽ മൾട്ടി പാർട്ടി സിസ്റ്റം ആണ്. ഇപ്പോൾ ഇന്ത്യയിൽ വൺ പാർട്ടി ഡൊമിനൻ്റ് എന്ന് പറയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച് എന്തായിരിക്കും എന്നറിയില്ല. എന്തായാലും രജനി കോത്താരി എന്ന് പറയുന്ന വ്യക്തിയാണ് അത് പറഞ്ഞത്. രജനി കോത്താരി എന്ന് പറയുന്ന വ്യക്തിയാണ് വൺ പാർട്ടി സിസ്റ്റം എന്ന്, ഡൊമിനന്റ് സിസ്റ്റം എന്ന് പറഞ്ഞു, പാർട്ടി സിസ്റ്റത്തെ. 68 വിച്ച് ഓഫ് ദ ഫോളോവിങ് ഫാൾസ് അബൌട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഫാൾസ്, തെറ്റായ പ്രസ്താവന. കണ്ടക്ട് ഇലക്ഷൻ ടു ലെജിസ്ലേറ്റീവ് അസംബ്ലി, ശരിയാണത്. കണ്ടക്ട് ഇലക്ഷൻ വൈസ് പ്രസിഡന്റ്, ശരിയാണ്.
കണ്ടക്ട് ഇലക്ഷൻസ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ശരിയാണ്. കണ്ടക്ട് ഇലക്ഷൻ ടു മുനിസിപ്പാലിറ്റി തെറ്റാണ്. മുനിസിപ്പാലിറ്റിയിലേക്ക് സ്റ്റേറ്റാണ് ചെയ്യുന്നത്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അല്ല. ഉത്തരം നമുക്ക് അവിടെ 68 ഡി തന്നെയാണ് ഉത്തരം വരുന്നത്. 69 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ വാസ് ഫോംഡ് ഇൻ. അത് വളരെ സിമ്പിളായ ചോദ്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയെ ഫോം ചെയ്തത് 1925 എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. 69 സി ആണ് ഉത്തരം. നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി 1962 പിളർപ്പുണ്ടായ സമയത്ത് ഡേറ്റ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, അതായത് CPI, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പിളർന്ന് CPM മാർക്സിസ്റ്റ് ആയത് 1962 അസേഷൻ റീസെൻ്റ് വീണ്ടും ശരിയാണ്. അസേഷൻ ഗ്ലോബലൈസേഷൻ ബ്രോഡ് ചലഞ്ചസ് ടു ദ നേഷൻ സ്റ്റേറ്റ്. ഇന്ത്യ എക്സ്പീരിയൻസ് റീജിയണൽ ഡിസ്പാരിറ്റീസ്. ഇന്ത്യ എക്സ്പീരിയൻസിങ് റീജിയണൽ ഡിസ്പാരിറ്റീസ്. ഗ്ലോബലൈസേഷൻ ബ്രോഡ് ചലഞ്ചസ് ടു നേഷൻ സ്റ്റേറ്റ്. ശരിയാണോ അത്? ഇതിനകത്ത് ഉത്തരം വരുന്നത് എ ആണ്. എ എന്ന് പറയുമ്പോൾ A and R ട്രൂ ആണ്. ഇന്ത്യ എക്സ്പീരിയൻസിങ് റീജിയണൽ ഡിസ്പാരിറ്റി ഉണ്ടെന്നുള്ള സത്യമാണ്. R ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. R കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് റിലേറ്റഡ് ടു ഇലക്ട്രൽ റിഫോംസ്? പുഞ്ചി കമ്മിറ്റി, രാജ്കുമാർ കമ്മിറ്റി, ദിനേശ് ഗോസ്വാമി കമ്മിറ്റി, സ്വരൺ സിംഗ് കമ്മിറ്റി. ഇലക്ട്രൽ റിഫോമുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്മിറ്റിനകത്ത് ഏതാണ് വരിക എന്നുള്ളതാണ്. 71ാമത്തെ ഉത്തരം വരുന്നത് ദിനേശ് ഗോസ്വാമി കമ്മിറ്റിയാണ്. ഈ പറയുന്ന ഇലക്ട്രൽ റിഫോംസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്മിറ്റി വരുന്നത്. ദ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഓഫ് ഇന്ത്യൻ സുപ്രീം കോർട്ട് ഈസ് അണ്ടർ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ. അതായത് രാഷ്ട്രപതിയെ തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ സുപ്രീം കോടതിക്ക് സഹായിക്കാനുള്ള ഒരു ഇതുണ്ട്. അത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണെന്നുള്ളതാണ്. 72ാമത്തെ ഉത്തരം വരുന്നത് ആർട്ടിക്കിൾ 143 ആണ്. ആർട്ടിക്കിൾ 143 പ്രകാരമാണ് സുപ്രീം കോടതിക്ക് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഉള്ളത് എന്നുള്ളതാണ് 72ാമത്തെ ചോദ്യത്തിന് ഉത്തരം. വീണ്ടും അസേർഷൻ ആൻഡ് റീസൺ. ഇന്ത്യൻ വോട്ടിംഗ് ബിഹേവിയർ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ കാസ്റ്റ്, റിലീജിയൻ ആൻഡ് റീജിയണൽ സെന്റിമെന്റ്സ്. ഷുവർ, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. ഇന്ത്യൻ ഇലക്ഷൻ പ്രോസസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടീസ്. ഇത് രണ്ടും ശരിയല്ലേ? കാസ്റ്റ് ഒരു ഘടകമല്ലേ? ക്ലാസ് ഒരു ഘടകമല്ലേ? റിലീജിയൻ ഒരു ഘടകമല്ലേ? 73 എന്ന് പറയുന്നത് എ ആണ്. ബോത്ത് എ ആൻഡ് ആർ ട്രൂ. രണ്ടും ട്രൂ ആണ്. ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. 74ാമത്തെ ചോദ്യം വരുന്നത് 11th ഷെഡ്യൂൾ ആഡഡ് വിത്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ 11th ഷെഡ്യൂൾ ആഡഡ് വിത്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ 11th Dash Amendment Act. 11th schedule added by Indian Constitution by 73rd Amendment Act. 73rd Amendment Act. 11th schedule added with Indian Constitution by 73rd Amendment Act. 75. The concept of detente. The concept of detente denotes. 75. Defending biological weapons. Cooperation of naval technology. Collection of security measures and easing tension between nations. ഇന്നത്തെ 75ാമത്തെ ഉത്തരവായിട്ട് വരുന്നത് ഡി ആണ്. ഡിറ്റൻഡേ മീൻസ് ദ ഈസിങ് ടെൻഷൻ ബിറ്റ്വീൻ നേഷൻസ്. രണ്ട് രാജ്യങ്ങൾ യുദ്ധസന്നദ്ധമായി നിൽക്കുന്ന രാജ്യങ്ങളെ തമ്മിൽ ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഡിറ്റൻഡേ എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം 76. 14 points പ്രോഗ്രാം വാസ് പ്രൊപ്പോസ്ഡ് ബൈ. 14 ഇനം പരിപാടികൾ. അതൊരു ഇന്റർനാഷണൽ റിലേഷൻസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 76ാമത്തെ ചോദ്യത്തിന് ഉത്തരം വരുന്നത് സി ആണ്. വുഡ്രോ വിൽസൺ ആണ് 14 ഇനം പരിപാടികൾ. ഓർമ്മ പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ അത് കിട്ടില്ല. വുഡ്രോ വിൽസൺ ആണോ റൂസ്വെൽറ്റ് ആണോ എന്നുള്ള സംശയം ഉണ്ടാകുമായിരുന്നു. വുഡ്രോ വിൽസൺ ആണ് 14 ഇനം പരിപാടിയുടെ ആള്. ഓതർ ഓഫ് പൊളിറ്റിക്സ് എമംഗ് നേഷൻസ്. അത് ആരായിരിക്കും എന്നുള്ളത്. പൊളിറ്റിക്സ് എമംഗ് നേഷൻസ് റിപ്പീറ്റ് പോലെയുള്ള ചോദ്യമാണ്. 77 ബി ആണ്. അതായത് ഹാൻസ് ജെ മോർഗൻഡി. ദ ക്യൂബൻ മിസൈൽ ക്രൈസിസ് ഒക്കേർഡ് ഇൻ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ക്യൂബൻ മിസൈൽ ക്രൈസിസ് ഒക്കേർഡ് ഇൻ. ക്യൂബൻ മിസൈൽ ക്രൈസിസ് പൊളിറ്റിക്കൽ സയൻസിൽ കോൾഡ് വാർ പഠിക്കുമ്പോൾ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. കോൾഡ് വാർ എന്ന ചാപ്റ്റർ എപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യൂബൻ മിസൈൽ ക്രൈസിസ് ഇല്ലാതെ
നിങ്ങൾ പ്ലസ് ടുവിനകത്ത് പീസ് എന്ന ചാപ്റ്ററിനകത്ത് പോലും ഈ ക്യൂബൻ മിസൈൽ ക്രൈസിസ് വരുന്നുണ്ട്. ഉത്തരം വരുന്നത് 78ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് എ ആണ്, 1962. 79ാമത്തെ ചോദ്യം അസർഷൻ. കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ഈസ് എ സയന്റിഫിക് അനാലിസിസ് പൊളിറ്റിക്കൽ സിസ്റ്റം. The objective of comparative politics is to develop verifiable body of knowledge about government and politics. കമ്പാരിറ്റീവ് പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെ ഒരു സയന്റിഫിക് സ്റ്റഡി തന്നെയാണ്, സംശയമൊന്നുമില്ലാന്ന് എനിക്ക് തോന്നുന്നത്. The objective of comparative politics is to develop a verifiable body of knowledge about government and politics. നോക്കാം. 79ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഡി ആണ്. ബോത്ത് എ ആൻഡ് ആർ ട്രൂ, രണ്ടും ട്രൂ ആണ്. ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഡി ആണ് ഉത്തരം, ഡി ആണ്. മാച്ച് ദ ഫോളോവിങ് ആണ്. ഗെയിം തിയറി, കമ്മ്യൂണിക്കേഷൻ തിയറി, ഡിപ്പെൻഡൻസി തിയറി, ഡിസിഷൻ മേക്കിംഗ് തിയറി. ഇതിനകത്ത് ഗെയിം തിയറി നമുക്ക് ഹൂ കോയിൻ ഗെയിം തിയറി? ഗെയിം തിയറി വാസ് കോയിൻഡ് ബൈ ഹൂ? ഗെയിം തിയറി ഡിപ്പെൻഡൻസി തിയറി, ഡിസിഷൻ മേക്കിംഗ് തിയറി, കമ്മ്യൂണിക്കേഷൻ, ഈ 3 തിയറി പൊളിറ്റിക്കൽ സയൻസിന് പ്രധാനപ്പെട്ട സാധനമാണ്. ഗെയിം തിയറി നോക്കാം. 80ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഡി ആണ്. ഈ ഡി കൃത്യമായി പഠിച്ചത്. എ 1 ആണ്. ഗെയിം തിയറി ഈസ് related with Oscar Morgenstern. Communication theory related to Galduish. Dependency theory related to Arthur Gander Frank. Decision making theory Richard C. Sinder. 80ാമത്തെ ചോദ്യം ഒന്നുകൂടെ നമുക്ക് വെരിഫൈ ചെയ്യാം. 80 ഡി തന്നെയാണ് ഉത്തരം വരുന്നത്. ഡി എന്ന് പറയുന്നത് ഗെയിം തിയറി ഓസ്കാർ മോർഗൻസ്റ്റൺ, കമ്മ്യൂണിക്കേഷൻ തിയറി കാൾഡുയിഷ്, ഡിപ്പെൻഡൻസി തിയറി is Arthur Gander Frank. Decision making theory Richard C. Sinder. 81. Author of globalization and its discontent. Globalization and its discontent is 81 ബി ആണ് ഉത്തരം വരുന്നത്. ജോസഫ് സ്റ്റിഗ്ലിസ്. ഗ്ലോബലൈസേഷൻ ആൻഡ് ഡിസ്കണ്ടന്റ് ഈസ് ജോസഫ് സ്റ്റിഗ്ലിസ് ആണ്. 82. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ? ഇവോൾവ്ഡ്, ഫ്ലെക്സിബിൾ, റിട്ടൺ, യൂണിറ്ററി. ഇതിനകത്ത് റിട്ടൺ അല്ല, ഇത് റിട്ടൺ ആയിട്ടുള്ള ഒരു അല്ല എന്നുള്ളതായിരുന്നു നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇത് ഇവോൾവ് ചെയ്തതാണ്, ഫ്ലെക്സിബിൾ ആണ്, യൂണിറ്ററി ആണ്. 82 ഉത്തരം വരുന്നത് ശരിയാണെന്ന് നോക്കാം. 82 സി ആണ്. ഇത് റിട്ടൺ അല്ല, അത് ഇവോൾവഡ് ആണ്, ഫ്ലെക്സിബിൾ ആണ്, യൂണിറ്ററി ആണ്. 83. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ആർ ദ ട്രൂ അബൌട്ട് ദ ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ കൗൺസിൽ? ഇത് ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ സംബന്ധിച്ചുള്ള ചോദ്യം എപ്പോഴും ചോദിക്കാറുണ്ട്. അത് പ്രധാനപ്പെട്ട ട്രൂ ആയ ഫാൾസ് ആയിട്ട് വരുന്ന ഏതാണ്? ഡിസൈഡ്സ് കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി ഓഫ് പാർലമെന്ററി ആക്ട്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 9 members. അപ്രൂവ്സ് ഫ്രഞ്ച് പൊളിറ്റിക്കൽ പാർട്ടീസ്. ഇറ്റ് എക്സാമിൻസ് ഇലക്ട്രൽ പെറ്റീഷൻ. 83 ഉത്തരം വരുന്നത് സി ആണ്. 124 ഒന്നെന്ന് പറയുന്നത് ഡിസൈഡ്സ് കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി ഓഫ് പാർലമെന്ററി ആക്ട്സ്. 2 ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 9 members ആൻഡ് ഇറ്റ്സ് ഫോർ എക്സാമിൻ ഇലക്ട്രൽ പെറ്റീഷൻ. ഡിസൈഡ് കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി ഓഫ് പാർലമെന്ററി ആക്ട് കൺസിസ്റ്റ് ഓഫ് 9 members, എക്സാമിൻ ഇലക്ട്രൽ പെറ്റീഷൻ. ഇതൊക്കെയാണ് ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ കൗൺസിൽ. ഫോളോവിങ് ആർ ദ ട്രൂ അബൌട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ കൗൺസിലിൻ്റെ ട്രൂ. അടുത്ത 84 കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് വിച്ച് ഫോളോവിങ് കൺട്രി ബിയേഴ്സ് ഡെമോക്രാറ്റിക് സെൻട്രലിസം വാസ് എ ഫീച്ചർ? ഡെമോക്രാറ്റിക് സെൻട്രലിസം എന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ ഫീച്ചറായിട്ട് കൊണ്ടുനടക്കുന്ന രാജ്യം ഏതാണ്? 84 ഉത്തരം വരുന്നത് എ ആണ്. എ എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് സെൻട്രലിസം. 84 എ ആണ്. ചൈനയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് വിച്ച് ഫോളോവിങ് കൺട്രി ബിയേഴ്സ്
ഡെമോക്രാറ്റിക് സെൻട്രലിസം ചൈനയുടെ ഭരണത്തിന് പ്രത്യേകതയാണ്. ഹു കമന്റഡ് ദാറ്റ് ദ ക്യാബിനറ്റ് ഈസ് എ ഹൈഫൻ ദാറ്റ് ജോയിൻസ് ബക്കിൾ ആൻഡ് ബൈൻഡ്സ് എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ടുഗദർ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. ഞാൻ അദ്ദേഹം വായിച്ചിട്ടുണ്ടല്ലോ. ജോൺ മാരിയറ്റ് ലോവൽ, റോസ്മേ മുയോ. ലോവലാണോ എന്നൊരു സംശയമുണ്ട്. 85 ബി ആണ് ഉത്തരം. 85 ബി ആണ് ഉത്തരം. ബഗോട്ട്. Bhagat is a person who commanded the cabinet is a hyphen. ജോയിൻ ബക്കിൾ ഹൈഫൻ ജോയിൻ ബക്കിൾസ് എന്ന് പറഞ്ഞത് ബഗോട്ടിന്റെ ഒരു ഇതാണ്. മാച്ച് ലിസ്റ്റ് 1 is 2. The law and the constitution, reflection of on French government, how Britain is governed, democracy in crisis. മാച്ച് ലിസ്റ്റ് 1 is 2. 86 സി ആണ് ഉത്തരം. സി എന്ന് പറയുന്നത് A4 ആണ്. ദ ലോ ആൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. എ വി ഡയസി റിഫ്ലക്ഷൻ ഓഫ് ഫ്രഞ്ച് ഗവൺമെന്റ്. ബി 3 ആണ്. എഡ്മണ്ട് ബക്കെ. ഹൗ ബ്രിട്ടൻ ഈസ് ഗവേൺഡ്. സി 1 റാംസേ മോയ. ഡെമോക്രസി ഇൻ ക്രൈസിസ്. ഡി 2 ആണ്. ഹരോൾഡ് ജെ ലാവ്സ്കി ഡെമോക്രസി ഇൻ ക്രൈസിസിന്റെ ആളാണ്. ഇനി ലോ ആൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഡയസിയാണ്. റിഫ്ലക്ഷൻ ഓഫ് ഫ്രഞ്ച് ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് C3 എഡ്മണ്ട് ബുർക്കെയാണ്. ഹൗ ബ്രിട്ടൻ ഈസ് ഗവേൺഡ്. റാസ്മേ മൂർ ആൻഡ് ഡെമോക്രസി ബൈ ഹാരോൾഡ് ജെ ലാവ്സ്കി. അസേർഷൻ ആൻഡ് റീസണിലേക്ക് പോകുന്നത്. ക്ലൈമറ്റ് ചേഞ്ച് ബാഡ്ലി അഫക്റ്റിംഗ് എക്കണോമിക് ഗ്രോത്ത് ഓഫ് ദ കൺട്രി. റീസൺ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എക്സ്ട്രീം വെദർ ഹാവ് ഡീപ്പ് ഇമ്പാക്ട് ഓഫ് വോട്ടിംഗ് ബിഹേവിയർ. തമ്മിൽ ബന്ധമൊന്നുമില്ല. രണ്ടും ശരിയാവാൻ സാധ്യത ഉണ്ട്. 87 നോക്കാം. 87ാമത്തെ ചോദ്യത്തിന് ഉത്തരം വരുന്നത് ഡി ആണ്. ഡി എന്ന് പറയുന്നത് A is true, R is false. അത് നമ്മുടെ മാധ്യമങ്ങൾ പെരുപ്പിക്കുന്ന വാർത്തയാണ്. ഈ ക്ലൈമറ്റ് കൊണ്ട് വോട്ടിംഗ് ബിഹേവിയർ മാറുന്നു എന്നുള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ അത് പൊളിറ്റിക്കൽ സയൻസ് അംഗീകരിച്ചിട്ടില്ല. A is true, R is false. 88 the process of political manipulation of electoral district boundaries which are intended to create an advantage of political party is known as. ഇതൊരു നല്ല ചോദ്യമാണ്. ഈ ചോദ്യം ജെറിമാൻഡറിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. 88 ഡി. The principle of 89 the principle of checks and balance is effectively applied in. The principles of checks and balance is effectively applied in. 89 സി US Senate. The principle checks and balance effectively applied in. 89 സി USA. Checks and balance effectively applied in USA ആണ്. 90 which among the following is the largest legislative body of the world. ഏതായിരിക്കും ലാർജസ്റ്റ് ലെജിസ്ലേറ്റീവ് ബോഡി? 90 ഡി ആണ്. ചൈനീസ് നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ്. ഡോയിറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഇസ് റിലേറ്റഡ് ടു. 91 ബി ആണ് ഉത്തരം. ഫ്രാൻസ്. 92ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകണം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ ലിമിറ്റേഷൻസ് ഓൺ നാഷണൽ പവർ. 92 ഡി ആണ് ഉത്തരം. ഡി എന്ന് പറയുന്നത് 1, 2, 3, 4. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ, കളക്റ്റീവ് സെക്യൂരിറ്റി, ഇന്റർനാഷണൽ മൊറാലിറ്റി, വേൾഡ് പബ്ലിക് ഒപ്പീനിയൻ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ലിമിറ്റേഷൻസ് ആണ് നാഷണൽ പവർ. ഇതെല്ലാം നാഷണൽ പവറിലുള്ള ലിമിറ്റേഷൻസ് ആണ്. ദ കൺസെപ്റ്റ് ഓഫ് എൻഡ് ഓഫ് ഐഡിയോളജി തീസിസ് അസോസിയേറ്റഡ് വിത്ത്. 93 ബി
Daniel Bell. Concept of end of ideology thesis is associated with Daniel Bell. Formulation and implementation of group of principles which shape the behavior pattern of state while negotiating with other state to protect or further its own interest is called. Formulation and implementation of a group of principles which shape the behavior pattern of state while negotiating with other state to protect or further its own interest is called. 94 C foreign policy. Formulation and implementation of principles which shape the behavior pattern of state while negotiating with other state. Negotiating with other state എന്ന് പറയുമ്പോൾ തന്നെ ഫോറിൻ പോളിസി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കണം. Assertion: Cold War caused arms race which subsequently affected global peace. ശരിയാണ്. UN Security Council effectively maintained international peace and security during Cold War period. അത് ശരിയാണോ? നമ്മൾ ഉത്തരം നോക്കാം. 95-ാമത്തെ ചോദ്യത്തിന് ഉത്തരം വരുന്നത് എ ആണ്. A is true, R is false. ലോകസമാധാനം ഉറപ്പുവരുത്താൻ UN സെക്യൂരിറ്റി കൗൺസിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് സത്യം. ഇവിടെ കോൾഡ് വാർ പീരീഡിൽ. ദ ടൈം കോൾഡ് വാർ വാസ് കോയിൻഡ് ബൈ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. സിമ്പിളാണ്, പക്ഷെ നമുക്ക് പെട്ടെന്ന് കിട്ടത്തില്ല. നോക്കാം. എൻ്റെ മനസ്സിലുള്ളത് ബെർണാഡ് ബറൂക്കാണ്. ഉത്തരം അതാണോ നോക്കാം. 96 ശരിയാണ്. ബെർണാഡ് ബറൂക്ക് തന്നെയാണ് ഈ കോൾഡ് വാർ മൂവ്മെന്റ് കോയിൻ ചെയ്തത്. പാറ്റേൺ ഓഫ് കോമ്പറ്റീഷൻ ആൻഡ് പാറ്റേൺ ഓഫ് ഡയറക്റ്റ് ഒപ്പോസിഷൻ ആർ ടു പാറ്റേൺ ഓഫ് കോമ്പറ്റീഷൻ ആൻഡ് പാറ്റേൺ ഓഫ് ഡയറക്റ്റ് ഒപ്പോസിഷൻ. കോമ്പറ്റീഷൻ, ഡയറക്റ്റ് ഒപ്പോസിഷൻ എന്താണ്? അങ്ങനെ ഒരു പാറ്റേൺ ഏതിനാണ്? കളക്റ്റീവ് സെക്യൂരിറ്റി, ബാലൻസ് ഓഫ് പവർ, ഡിപ്ലോമസി, ട്രസ്റ്റിഷിപ്പ്. 97 ഉത്തരം വരുന്നത് സി ആണ്. സി എന്ന് പറയുന്നത് ബാലൻസ് ഓഫ് പവർ. ബാലൻസ് ഓഫ് പവറിന്റെ പ്രത്യേകത പാറ്റേൺ ഓഫ് കോമ്പറ്റീഷൻ, റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം പോലെ. പാറ്റേൺ ഓഫ് ഡയറക്റ്റ് ഒപ്പോസിഷൻ, റഷ്യ അമേരിക്ക ചെയ്യുന്നത് തന്നെയാണ്. ബാലൻസ് അങ്ങനെ ചെയ്യുമ്പോൾ ബാലൻസ് ഓഫ് പവർ വരും എന്നുള്ളതാണ്. ഹൂ ഹാസ് ബീൻ കാൾഡ് ഫാദർ ഓഫ് ഇന്റർനാഷണൽ ലോ? ഇന്റർനാഷണൽ ലോയുടെ റോബിൻസൺ, വിൻസ്റ്റൺ ചർച്ചിൽ, റൂസ്വെൽറ്റ്, ഹൂഗോ ഗ്രോട്ടിയസ്. 98 ഡി ഹൂഗോ ഗ്രോട്ടിയസ് ആണ് ഇന്റർനാഷണൽ ലോയുടെ പിതാവ്. ഐസൻഹോവർ ഡോക്ട്രിൻ വാസ് ഇന്റൻഡഡ് ടു. ഐസൻഹോവർ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഡോക്ട്രിൻ എന്തിനാണ് ഉദ്ദേശിച്ചത്? 99 എ ആണ്. കണ്ടെയ്ൻമെന്റ് ഓഫ് കമ്മ്യൂണിസം. ഇത് നമ്മുടെ ഇന്റർനാഷണൽ റിലേഷൻസിലെ ഒരു സാധനമാണ്. കമ്മ്യൂണിസത്തെ എങ്ങനെ ഒതുക്കാം എന്നുള്ള ഒരു ഡോക്ട്രിനാണ് ഐസൻഹോവർ ഉണ്ടെന്നാണ് ഐസൻഹോവർ ഡോക്ട്രിൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നൂറാമത് ചോദ്യം. സാർക്ക് വാസ് ഫൗണ്ടഡ് ഇൻ. സാർക്ക് എപ്പോഴാണ് ഫൗണ്ട് ചെയ്തിട്ടുള്ളതാണ്? സാർക്ക് വാസ് ഫൗണ്ടഡ് ഇൻ. 100ാമത്തെ ചോദ്യം ഈ ആണ്. 1985. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് സൗത്ത് ടു സൗത്ത് കോപ്പറേഷൻ? G8, വിപ്പോ, G77, നാറ്റോ. സൗത്ത് ടു സൗത്ത് കോപ്പറേഷൻ എന്തിനായിരിക്കും? 101 സി ആണ് ഉത്തരം. G77. In 2015, United Nations Climate Change Conference was held in. 2015 യുണൈറ്റഡ് നേഷൻ്റെ 102 ഉത്തരം എ ആണ്, പാരീസ്. മാച്ച് ലിസ്റ്റ് 1 with ലിസ്റ്റ് 2. FAO, ILO, IMF, യുനെസ്കോ. ആസ്ഥാനങ്ങളാണ് കേട്ടോ. ILO ഇന്റർനാഷണൽ ലേബറിന്റെ ജനീവയാണ്. B2 ആണ്. B2 വരുന്ന എന്തെങ്കിലും ഉണ്ടോ? B3 ആണ്. B2 ഒന്നും വരുന്നില്ലേ? ILOയുടെ ജനീവയാണെന്ന് തോന്നുന്നുണ്ടോ? സോറി, ജനീവ 1 ആണല്ലേ. B1 രണ്ടെണ്ണം വരുന്നുണ്ട്. രണ്ടെണ്ണം വെട്ടിക്കളയാം. പിന്നെ ഇന്റർനാഷണൽ IMFന്റെ ആസ്ഥാനം യുനെസ്കോ. പാരീസ് ആണോ? സംശയമുണ്ട്. IMF വാഷിങ്ടൺ ആണോ? അങ്ങനെയാണെങ്കിൽ IMF വാഷിങ്ടൺ ആണെങ്കിൽ
4 വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉത്തരം ഡി ആവുക. നോക്കാം. 103 ചോദ്യത്തിന് ഉത്തരം വരുന്നത് ബി ആണ് വരുന്നത്. അപ്പം ബി എന്ന് പറയുന്നതിന് ഉത്തരം വരുന്നത് FAOയുടെ ആസ്ഥാനം റോമാണ്. ILOയുടെ ആസ്ഥാനം ജനീവയാണ്. IMFന്റെ ആസ്ഥാനം ശരിയാണല്ലോ. IMFന്റെ ആസ്ഥാനം വാഷിങ്ടൺ. യുനെസ്കോയുടെ ആസ്ഥാനം പാരീസാണ്. ശരിയാണ്. എൻ്റെ നോക്കിയത് മറിപ്പോയതാണ്. IMFന്റെ ആസ്ഥാനം പാരീസ് തന്നെയാണ്. വിച്ച് അമംഗ് ദ നെയിം ദ കൺട്രി ഫ്രം വിച്ച് അറബ് സ്പ്രിംഗ് സ്റ്റാർട്ടഡ്? ടുണീഷ്യ. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. 104 ടുണീഷ്യ. ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ബിംസ്റ്റെക്. ബിംസ്റ്റെക്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ബിംസ്റ്റെക് 105 ഡി ആണ്. ധാക്ക. ദ കൺട്രി വിച്ച് ബേസ്ഡ് ദ ഹംബൻടോട്ട ഇന്റർനാഷണൽ പോർട്ട് ടു ചൈന. അത് ശ്രീലങ്കക്കാരല്ലേ കൊടുത്തേ? 106 ബി ആണ് ശ്രീലങ്ക. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ കൺസിസ്റ്റ് ഓഫ് all those operations having for their purpose the fulfillment of enforcement of public policy. Whose definition is this? Public administration consists of all those operations having for their purpose the fulfillment of enforcement public policy. 107 ചോദ്യത്തിന് ഉത്തരം വരുന്നത് എ ആണ്. LD വൈറ്റ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ having for their purpose the fulfillment of enforcement of public policy. The acronym POSTICORB propagated by 108 സി ആണ്. ലൂതർ POSTICORB towards a new public administration. Minobrook Perspective is a work edited by 109 ഡി ആണ്. ഫ്രാൻ മറിനി. 110 ചെയർമാൻ ഓഫ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി വാസ് അപ്പോയിന്റഡ് ബൈ. പബ്ലിക് അക്കൗണ്ട് PSCയുടെ ചെയർമാനെ നിയമിക്കുന്ന ആരാണ്? സ്പീക്കർ അല്ലേ? 110 സി ആണ്, സ്പീക്കറാണ്. നമുക്കിനി 114 ചോദ്യത്തിലേക്ക് പോവാം. 114 ചോദ്യം എന്ന് പറയുന്നത് അസേർഷൻ ആൻഡ് റീസൺ ആണ്. ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ എഫക്റ്റീവ് മെക്കാനിസം ടു സോൾവ് ലോക്കൽ ഇഷ്യൂസ് ഓഫ് ഡെവലപ്മെന്റ്. യെസ്. Decentralization of power to local government reduces the burden of central and state government. ഇത് രണ്ടും ശരിയാണെന്നാണ് എൻ്റെ വിചാരം. 101 both and true are the correct explanation of it. ശരിയാണ്. ഒരു പേരുണ്ട്. ഹു അമംഗ് ദ ഫോളോവിങ് ഈസ് റിലേറ്റഡ് ടു ദ ഹാവ്തോൺ എക്സ്പെരിമെന്റ്. ഹാവ്തോൺ എക്സ്പെരിമെന്റിന്റെ ആളാരാണ്? എൽട്ടൺ മേയോ എന്ന് തോന്നല്ലോ. ഹാവ്തോൺ എക്സ്പെരിമെന്റ് നടത്തിയത് 112 ഡി ആണ്. എൽട്ടൺ മേയോ. Match the following: politics and administration, study of government, principles in method of scientific management, development as a freedom, big democracy. ഇതിന്റെ ഓതറാണ്. പ്രിൻസിപ്പിൾസ് മെത്തേഡ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ആണ് ടൈലർ അല്ലേ? ടൈലറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 113 ചോദ്യത്തിന് ഉത്തരം വരുന്നത് എ ആണ്. എ എന്ന് പറയുന്നത് A3 ആണ് വരുന്നത്. A3 എന്ന് പറയുന്നത് പൊളിറ്റിക്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, സ്റ്റഡി ഓഫ് ഗവൺമെന്റ് 3 ഫ്രാൻ ജെ ഗുഡ്നോവ്. പ്രിൻസിപ്പിൾസ് ഓഫ് മെത്തേഡ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് 1 ആണ്. FW ടൈലർ. ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം 4 ആണ്. അമർത്യ സെൻ. ബിഗ് ഡെമോക്രസി D2 ആണ്. പോൾ എച്ച് ആപ്പിൾ ബൈ. ബിഗ് ഡെമോക്രസി പോൾ എച്ച് ആപ്പിൾ ബൈ. ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം അമർത്യ സെൻ. ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം അമർത്യ സെൻ. ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം അമർത്യ സെൻ. ബിഗ് ഡെമോക്രസി പോൾ എച്ച് ആപ്പിൾ ബൈ. അടുത്ത എക്കോളജിക്കൽ അപ്രോച്ച് ടു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് ടു. എക്കോളജിക്കൽ അപ്രോച്ച് ടു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് ടു 114 ബി. വിൻസെന്റ് ഡി ഗോർണി. നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഈസ് ലൊക്കേറ്റഡ് അറ്റ് നാഷണൽ. 115 ഡി ആണ്.
മസൂറി, നാഷണൽ അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ മസൂറി, അത് IAS ആരുടെ ഒക്കെ ട്രെയിനിങ് നടക്കുന്നതാണ്. 116 ഇൻഡിപെൻഡൻറ്റ് റെഗുലേറ്ററി കമ്മീഷൻ IRC ഓർഗനൈസേഷൻ സെറ്റപ്പ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് റെഗുലേറ്ററി കമ്മീഷൻ. ഈ ഓർഗനൈസേഷൻ സെറ്റപ്പ് ആരുടെയാണ്, ഏത് രാജ്യത്തെയാണ്? 116A ആണ്, USA ഇൻഡിപെൻഡൻറ്റ് റെഗുലേറ്ററി കമ്മീഷൻ. ആർട്ടിക്കിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് സ്പെസിഫൈഡ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് യൂണിയൻ പബ്ലിക് കമ്മീഷൻ ഓഫ് ഇന്ത്യ. UPSCയുടെ രൂപീകരണം ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏത്? ഒരുപാട് ആർട്ടിക്കിൾ ചോദിച്ചിട്ടുണ്ട്, ഒരു 10ഓളം ആർട്ടിക്കിൾ ചോദിച്ചിട്ടുണ്ട്. ഉത്തരം വരുന്നത് ആർട്ടിക്കിൾ 300. UPSCയുടെ ആർട്ടിക്കിൾ 117. ഉത്തരം വരുന്നത് 117C ആണ്, 315. ആർട്ടിക്കിൾ 315 ആണ്. ആർട്ടിക്കിൾ 315 ആണ് വരുന്നത്. ഗാങ് പാക്ക് refers to public administration. ഗാങ് പാക്ക് ഏതുമായി ബന്ധപ്പെട്ടാണ്? പബ്ലിക് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട്. 118B ആണ് ലെവൽ ജമ്പിങ്. ഗാങ് പാക്ക് ലെവൽ ജമ്പിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. ഗാങ് പാക്ക് ഡിസിപ്ലിൻ ആക്ഷൻ അല്ല. ദ കൺസെപ്റ്റ് ഈസ് റിലേറ്റഡ് വിത്ത്. 118 ഉത്തരം വരുന്നത് ലെവൽ ജമ്പിങ്. 119 ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കാണ്. 119 ചോദ്യം എന്ന് പറഞ്ഞാൽ BR അംബേദ്കർ addressed the dash most important officer under the Constitution of India is a guardian of public purse and it his duties to ensure the fund from the consolidated fund of India our state are not spent without the authority of appropriate legislature. ആരാണ് ഇത്? കൺട്രോൾ ആൻഡ് ഓഡിറ്റ് ജനറലിനെ പറ്റി അംബേദ്കർ പറഞ്ഞ വാക്കുകളാവാനാണ് സാധ്യത. കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ബോഡിയാണല്ലോ CAG, അപ്പോൾ സ്വാഭാവികമായിട്ടും അത് പറയാൻ CAGയെ പറ്റി ആയിരിക്കണം ഈ പറയാൻ സാധ്യത. ശരിയാണ്, CAGയെ പറ്റിയാണ് പറഞ്ഞത്. വിച്ച് ഓഫ് ദ ഫോളോവിങ് എൻഷുവേഴ്സ് ട്രാൻസ്പെരൻസി ഇൻ അഡ്മിനിസ്ട്രേഷൻ? ഓംബുഡ്സ്മാൻ, ലോകായുക്ത, ലോക്പാൽ, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. ഇതെല്ലാം ട്രാൻസ്പെറൻസി കൊണ്ടുവരേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ 120 ചോദ്യത്തിന് ഉത്തരം വരുന്നത് B ആണ്. 1, 2, 3, 4 എല്ലാം ട്രാൻസ്പെറൻസി ഉണ്ട്. അപ്പം 2023 ജൂലൈ നടന്ന സെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ഇപ്പോൾ ഇവിടെ നടന്നത്. ഇത് വളരെ കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടാണ് തോന്നിയത്. മുൻ വർഷത്തെ ചോദ്യ പേപ്പറിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഇത് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ഈസ് തോന്നിയിട്ടുണ്ട്. താങ്ക് യു.